السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. اللهم اغفر لنا ولوالدينا ولمشائخنا ولمصنفي كتبنا وللشارحين والمشيين الصالحين. اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم في الدين والدنيا والآخرة. اللهم ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا وأدبا كاملا. ربنا تمم بالخير والسعادة. وصلى الله على سيدنا محمد وآله وصحبه أجمعين، أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീക്ക് കൊണ്ട് കുറെ കാലം നിന്നുപോയ ഒരു ക്ലാസ് നമ്മുടെ ഉസ്താദുമാരുടെയും അഡ്മിന്മാരുടെയും ഒക്കെ ശക്തമായ സമ്മർദ്ദം കൊണ്ട് എന്നെ പറയേണ്ടി വരും. എന്താ വെച്ചാൽ സത്യത്തിൽ ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യാനുള്ള എന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ ഇതൊന്ന് പിന്മാറാറ്. ഏതായാലും അവസാനം നിർബന്ധത്തിന് വഴങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കാം. കൂടുതൽ ആമുഖങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് അബൂ ഷാക്കിർ ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലൈവ് വരുന്നത് വരെ ഉള്ള സമയം ഖുർആനുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ നമുക്ക് നടത്താം. നേരത്തെ സൂറത്തുൽ ഫാത്തിഹ സാമാന്യം നല്ല നിലയിൽ തന്നെ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ആവർത്തന വിരസത ഭയപ്പെട്ട് അങ്ങോട്ട് പോകുന്നില്ല. പകരം സൂറത്തുൽ ബഖറ മുതൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ആരംഭിക്കുകയാണ്. അപ്പൊ ആരംഭ ദിവസം എന്ന നിലക്ക് ഒരാമുഖത്തിൻ്റെതായ ഒരു ശൈലിയിൽ ഒരു പക്ഷേ ഇന്ന് ഒതുങ്ങിയേക്കാം. കാരണം ലൈവ് നേരത്തെ എത്തേണ്ടതുണ്ട്. വെള്ളമുണ്ടയിൽ നിന്ന് നമ്മുടെ ഷറഫുവിന്റെ നാട്ടിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളുടെ പ്രത്യേകമായിട്ടുള്ള പ്രഭാഷണ പരിപാടി. അതിൽ ഷറഫുവിന്റെ നേരത്തെ ടെക്സ്റ്റ് കണ്ടിരുന്നു, എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കൂടി വരാനുണ്ട് എന്ന്. അപ്പൊ എന്തായാലും ആ അർത്ഥത്തിൽ അത് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ്. ഉസ്താദിന്റേത് എന്നുള്ള നിലക്ക് തന്നെ പവർ ഉള്ളത്. എന്നാൽ പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ കാതോർക്കേണ്ടതുണ്ട് എന്നതിനാൽ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് കൂടി അറിയിച്ച്, ബഹുമാനപ്പെട്ട നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇൽമുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് വാസ്തവത്തിൽ നമ്മുടെ ഗുരുനാഥന്മാർക്കാണ്. ചെറിയ ക്ലാസ്സിൽ അക്ഷരം പഠിപ്പിച്ച ഉസ്താദുമാർ മുതൽ വലിയ ക്ലാസുകളിൽ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്ന ഗുരുവര്യന്മാരിൽ വരെ പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പരലോക ജീവിതം സന്തോഷമാക്കി കൊടുക്കുകയും നാം ചെയ്യുന്ന ചെറിയ ഖിദ്മകളൊക്കെ അവരുടെ ഖബറിൽ സന്തോഷിക്കാൻ പറ്റും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർ, ഗുരുവര്യന്മാർ, അതേപോലെ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ പഠിക്കുന്ന സമയം മുതൽ ഇപ്പോഴും ദീനി ഖിദ്മത്തിന് വേണ്ട സൗകര്യങ്ങൾ, ഭക്ഷണവും അതേപോലെ മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന നല്ലവരായ ആളുകൾ, നേരത്തെ ചെയ്തു തന്നവർ, എല്ലാവർക്കും നമ്മൾ ഈ ചെയ്യുന്ന ഖൈറിന്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മഹത്തായ SGV എന്ന ഈ സംവിധാനത്തിലൂടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും റേഡിയോയിലൂടെയും ക്ലാസ്സിലൂടെയും ഒക്കെ ആയി ധാരാളം ആളുകൾ ഈ മഹത്തായ വിജ്ഞാന വിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകുകയും ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലത്തിനൊക്കെ ഈ ഇന്റർനെറ്റ് കൂട്ടായ്മയിലൂടെ മഹത്തായ ഈ സംരംഭത്തിൽ ഒത്തുകൂടുന്ന നമുക്കൊക്കെ അല്ലാഹു തആല അവന്റെ മഹത്തായ ബറക്കത്തും തൗഫീഖും നൽകുകയും എന്തെങ്കിലും മനസ്സിലായാൽ ആ മനസ്സിലായത് നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്താനുള്ള മഹാഭാഗ്യം കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാനൊരു ആമുഖാണ് ആദ്യം പറയണുള്ളൂ. വിഷയത്തിലേക്ക് കടക്കാൻ സമയം കിട്ടുന്നുവെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കടക്കാമെന്ന് അറിയിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമുള്ള അധ്യായമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഖുർആനിലെ സൂറത്തുകൾ മക്കിയ്, മദനിയ് എന്നിങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഏകദേശം 286 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ബഖറ
മദീനയിലാണ് അവതരിച്ചത്. മദനി സൂറകളിൽപ്പെട്ട സൂറത്താണത്. ഏറെക്കുറെ ഇതിന്റെ അവസാനത്തിൽ വരുന്ന 281 വാക്യം, അതായത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ എന്ന് പറയുന്ന ആയത്ത്, അത് സത്യത്തിൽ അവതരിച്ചത് മദീനയിലല്ലെങ്കിലും അതും ഈ ഗണത്തിൽ തന്നെ വരും. കാരണം ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ചത് എന്നതിന്റെ പരിധിയിൽ അതൊക്കെ വരുന്നതുകൊണ്ട് സ്വാഭാവികമായും മക്കയിലും മദീനയിലും അവതരിച്ച സൂറകളുടെ പൊതു സ്വഭാവം പരിശോധിക്കുമ്പോൾ അത് രണ്ടിനും രണ്ട് സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മക്കയിൽ അവതരിച്ച സൂറത്തുകളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റയുടെ മുമ്പുള്ള സാഹചര്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരന്തരീക്ഷം, നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ഒരു സാഹചര്യം, പ്രതികൂല സാഹചര്യങ്ങൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടം. സഹാബത്തിന്റെ കൂട്ടത്തിൽ നബിതങ്ങളുടെ ശിഷ്യഗണങ്ങളിൽ പെടാൻ ആരെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് അവരെ എതിർക്കാനും അവരെ കണ്ണീര് കുടിപ്പിക്കാനും കഷ്ടപ്പെടുത്താനും നിതാന്ത ജാഗ്രതയോടുകൂടെ കാത്തുനിൽക്കുന്ന കഴുകക്കണ്ണുമായി കാത്തുനിൽക്കുന്ന അറേബ്യൻ മുശ്രിക്കുകൾ. ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ തന്നെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും മൂടുറച്ചുപോയ ഒരു സമൂഹത്തെ വിശ്വാസത്തിന്റെയും സത്യവിശ്വാസത്തിന്റെയും സനാതന മൂല്യങ്ങളുടെയും രാജവീതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്ന ശ്രമകരമായ ഒരു ജോലിയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒപ്പമുള്ള അങ്കുലി പരിമിതമായ വിശ്വാസികളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിച്ച് തന്നെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടം. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ നിലവാരം ഉയർത്തുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ ആയി ജീവിക്കുമ്പോൾ ആദ്യമായി അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. എന്നും നമ്മളും അവന്റെ ജീവിതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബേസിക്കലി അവന്റെ വിശ്വാസം ശരിയാവാൻ വേണ്ട സംഗതികളാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഹിജ്റയ്ക്ക് മുമ്പ് അവതരിച്ച അഥവാ മക്കി സൂറകൾ എന്ന് പറയുന്ന സൂറത്തുകളിൽ ഇസ്ലാമിന്റെ അടിത്തറകളായിട്ടുള്ള മൗലിക കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള വിശ്വാസം, മലക്കുകളിലും ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവിൽ ആ രംഗത്ത് കാണാൻ സാധിക്കുക. അതേപോലെ നന്മ പ്രവർത്തിക്കാനും തിന്മ വിഭാവനം ചെയ്യാനുമുള്ള ഒരു പൊതുനിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും ഈ കൂട്ടത്തിൽ വളരെ കാര്യമായി അന്ന് പരാമർശിച്ചിട്ടുണ്ടാവുക. കാരണം ഏകദൈവ സിദ്ധാന്തത്തിന്റെ കടക്ക് കത്തിവെക്കാനാണ് അന്നത്തെ ആളുകൾ പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ കുറച്ച് ആൾക്കാർ അബൂജഹലും കമ്പനിയും ഒക്കെ വിശ്വാസികളായിരുന്നു. നമ്മൾ ഏതൊരു അള്ളാഹുവിനെയാണോ വിശ്വസിക്കുന്നത് അതേ അള്ളാഹുവിൽ തന്നെയാണ് അവരും വിശ്വസിക്കുന്നത് എന്ന് പരസ്യമായി സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയാൻ തൊലിക്കട്ടി കാണിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ബഹുമാനപ്പെട്ട ഖുർആനിന്റെ അവതരണ പശ്ചാത്തലം പരിശോധിച്ചാൽ, അന്നത്തെ ഖുർആനിന്റെ ശൈലി മനസ്സിലാക്കിയാൽ ഒരിക്കലും തന്നെ ഖുർആനിനോട് പ്രതിബദ്ധതയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിസ്ഥാനപരമായി, തങ്ങളടക്കം എല്ലാ നബിമാരും അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥിരീകരിക്കാൻ വന്നവരാ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ തങ്ങളെ നേരിട്ടിരുന്ന സമൂഹത്തിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. വൈദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കരിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഇന്നാല താരിഖു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ, ഭ്രാന്തനും കവിയുമായ മുഹമ്മദ് നബിക്ക് വേണ്ടി ഞങ്ങളുടെ ഈ കണ്ണിൽ കണ്ട ദൈവങ്ങളെയൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കാനോ, ഇംപോസിബിൾ, അത് നടക്കില്ല എന്നായിരുന്നു അവരന്ന് സമൂഹത്തോട് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആധികാരികത സ്ഥിരീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന ദൂതനാണെന്ന പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ തകർക്കാൻ 40 കൊല്ലം അവരുടെ മുന്നിലൂടെ ജീവിച്ചിട്ട് ഒരു അരുതായ്മ പോലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നബിതങ്ങളുടെ ഒരു വാക്കോ ഒരു പ്രവർത്തനമോ ചൂണ്ടിക്കാട്ടിച്ചേ
എന്തേ മുഹമ്മദെ നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവെന്ന് തോന്നാവുന്ന ഒരു വാക്ക് പോലും റസൂലുള്ള പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് നമുക്കൊക്കെ അറിയാലോ. ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ ഖദ്ബി ഖബല യഖൂല മാ ഖാൽ. ഇപ്പൊ ഈ പറഞ്ഞത് നബി തങ്ങൾ പറയുന്നതിന് മുമ്പേ കളവാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന, അങ്ങനെ ഉണ്ടാവും ചിലപ്പോ നമ്മൾ ചില വർത്താനങ്ങൾ പറയുമ്പോ കേട്ട് നിൽക്കുന്നവർ തോന്നും, അല്ലെ മറ്റൊരാൾ പറയുമ്പോൾ നമുക്ക് തോന്നൂല അത് ബടായി ആവാൻ സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വാക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണെന്ന വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന വല്ലതും, നുണ പറഞ്ഞോന്നല്ല, കളവാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന വല്ലതും മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പോലും നബി തങ്ങളുടെ അന്നത്തെ ഏറ്റവും വലിയ വിമർശകനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. ആ അബൂ സുഫിയാൻ എന്നവർ ഹിർക്കലിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞ മറുപടി നോ എന്നാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്ര നബിതങ്ങളുടെ സത്യസന്ധത അറിയാവുന്ന ഒരു സമൂഹം തന്നെ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞതെന്താ? മുഹമ്മദ് നബി കള്ള കവിതകൾ ഉണ്ടാക്കി, അതേപോലെ തന്നെ എവിടുന്നൊക്കെയോ സാഹിത്യമോഷണം നടത്തി എന്തൊക്കെയോ കൊണ്ടുവന്ന് പുലമ്പാണ് എന്നാ പറഞ്ഞേ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെതായിട്ടുള്ള ആധികാരികത സ്ഥിരീകരിക്കുക അക്കാലഘട്ടത്തിലെ ജനത്തിന് ദിശാബോധം നൽകുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണത്. ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യമാണ്. അതുകൊണ്ട് നബിതങ്ങളുടേതടക്കമുള്ള പ്രവാചക ശൃംഖലയുടെ ആധികാരികത സ്ഥിരീകരിക്കുക. ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ചാൽ പിന്നീട് വരുന്ന ഒരു പുനർജന്മത്തിൻ്റെതായിട്ടുള്ള ഘട്ടമുണ്ടെന്നും നമ്മൾ ഇവിടെ വെച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ മുഴുവനും വിചാരണക്ക് വിധേയമാക്കപ്പെടുമെന്നും ആ ജനത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്തുകൊണ്ട് അങ്ങനെ നബിതങ്ങൾ അന്ന് പറയണം? ഇപ്പറഞ്ഞ കമ്പനി അന്ന് ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് ഒമാ നഹ്നു ബിമബ്ഊസീൻ, ഞങ്ങൾ മരിച്ചു മണ്ണായതിനു ശേഷം വീണ്ടും പുനർജന്മം എന്നതുണ്ടാവില്ല. ഖുർആനിൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും വഇൻ തഅജബ് ഫഅജബുൻ ഖൗലുഹും, നബിയെ തങ്ങൾ അത്ഭുതപ്പെടുന്നുവെങ്കിൽ സൂറത്തുർ റഅദിൽ അല്ലാഹു തആല പറയുന്നത് കാണാം. വഇൻ തഅജബ്, തങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അത്ഭുതം തോന്നുമെങ്കിൽ ഫഅജബുൻ ഖൗലുഹും, ഏറ്റവും അത്ഭുതമായിട്ട് തോന്നേണ്ടത് അവരുടെ വാക്കാണ്. എന്ത്? ഞങ്ങൾ മരിച്ചു മണ്ണായതിനു ശേഷം വീണ്ടും പുനർജനിപ്പിക്കുമെന്നോ? അത് നടക്കില്ല. അപ്പൊ കണ്ടങ്ങള്, അപ്പൊ മരിച്ചു മണ്ണായതിനു ശേഷം ഞങ്ങളെ വീണ്ടും പുനർജനിപ്പിക്കാൻ പടച്ചവന് സാധിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ മുന്നിൽ മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുകയല്ലെന്നും മറിച്ച് യഥാർത്ഥ ജീവിതത്തിന്റെ സമാരംഭം കുറിക്കുകയാണെന്നും ജീവിതകാലത്ത് ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ മുഴുവനും വിചാരണക്ക് വിധേയമാക്കപ്പെടുത്തിയിട്ട് നല്ലതിന് നന്മയും ശിക്ഷക്ക് തിന്മക്ക് ശിക്ഷയും പ്രതിഫലം നൽകാനുള്ള ഒരു ഘട്ടം അല്ലാഹു തആല വെച്ചിട്ടുണ്ടെന്ന പുനർജന്മ സിദ്ധാന്തത്തിന്റെ സജീവമായിട്ടുള്ള ശ്രദ്ധ അത് ജനമനസ്സിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്ത മറ്റൊരു അടിസ്ഥാനപരമായ ദൗത്യം. ആ ദൗത്യ നിർവഹണം, അതേപോലെ മലക്കുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക് തികച്ചും വ്യത്യസ്തമായിരുന്നു. വളരെ വളരെ മോശമായിട്ടുള്ള കാഴ്ചപ്പാടെന്ന് അവർ വെച്ചു പുലർത്തി. മലക്കുകൾ പടച്ച റബ്ബിന്റെ പെൺമക്കളാണെന്ന് വരെ വാദിച്ചു വന്ന ഒരു സമൂഹത്തിന്റെ മനസ്സിലേക്ക് മലക്കുകൾ എന്ന് പറയുന്ന സൃഷ്ടികളുടെ കൃത്യമായിട്ടുള്ള നിലപാട് വിശദീകരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഖുർആനെ പറ്റി പോലും അവർ പറഞ്ഞത് ഇൻഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, ഇത് ആദ്യകാലക്കാരുടെ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ സാധ്യമാക്കുക, അത് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഹിജറക്ക് മുമ്പുള്ള ഖുർആനിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. മക്കീ സൂറകളുടെ മൊത്തം സ്വഭാവം അങ്ങനെയാണ്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ മക്കയിൽ അവതരിച്ച സൂറകളിലൊക്കെ സമർത്ഥമായി ഈ അടിസ്ഥാന വിഷയങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിലെ കർമാനുഷ്ഠാനങ്ങളുടെ വിശദീകരണങ്ങൾ, അതേപോലെ നിയമനിർമ്മാണ സംബന്ധമായ പ്രതിപാദനങ്ങൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ആരാധനകളുടെ വിശദാംശങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, വിശദാംശങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് മദനി സൂറകളിലാണ്. വ്യക്തിപരമായിട്ടുള്ള ഇടപാടുകൾ, യുദ്ധം സംബന്ധമായും സമാധാന ചർച്ചകൾ സംബന്ധമായുമുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ ഈ ഗണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യരാശിയുടെ എക്കാലത്തേക്കുമുള്ള മതമെന്ന നിലക്ക് എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത മഹത്തായ ഇസ്ലാമിന്റെ ആശയങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഉമ്മത്താകുന്ന സമൂഹത്തിന്റെ
ചെറുപ്പവും അതേപോലെ അതിന്റെ യുവത്വവും അതിന്റെ വാർദ്ധക്യവും എന്നിങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ആവശ്യാനുസരണം സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊരു പൊതുതത്വം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറകൾ പലതും വിശ്വാസപരമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചുള്ള ചർച്ചക്കാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. മറ്റത് തീരെ വന്നില്ലെന്നല്ല, അതിനാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. അതേസമയത്ത് കർമ്മപരമായ വിഷയങ്ങളും ജീവിതത്തിന്റെ സകല മേഖലകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളുമെല്ലാം കടന്നു വരുന്നത് ഹിജറക്ക് ശേഷമുള്ള മദനി സൂറകൾ എന്ന ഗണത്തിലാണ് വരുന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ, ഖുർആനിൽ തന്നെ ഏറ്റവും വലിയതും മദനി സൂറകളിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായ സൂറയാകുന്നു സൂറത്തുൽ ബഖറ. ഈ സൂറത്തിന്റെ മഹത്വവും ഇതിന്റെ ശ്രേഷ്ഠതയും ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഫഇന്ന അഖ്ദഹ ബറകത്തുൻ വതർക്കഹ ഹസനത്തുൻ വലാ തസ്തതിഉഹൽ ബതല. നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. അതിന്റെ പാരായണത്തിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം അത് സ്വീകരിക്കലും അത് പഠിക്കലും അത് പാരായണം ചെയ്യലും ഒക്കെ ബറക്കത്താണ്, അനുഗ്രഹമാണ്. അത് ഉപേക്ഷിക്കൽ ഏറ്റവും വലിയ നഷ്ടമാകുന്നു. എന്നാൽ സാഹിര്യങ്ങൾക്ക് സിഹറുമായി ബന്ധപ്പെട്ട അഥവാ കയ്യിലിരിപ്പിന്റെ ദോഷങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന വളരെ മോശമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ അത് സഹിക്കാനാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ സൂറത്തുൽ ബഖറ പഠിക്കൽ, അത് പാരായണം ചെയ്യൽ, അത് ബറക്കത്താണ്. ബറക്കത്ത് എന്നത് ജീവിതത്തിന്റെ സകല മേഖലയിലും അത് നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ വാസ്തവത്തിൽ ഏറ്റവും വലിയ ഒന്നിനും കൊള്ളാത്തവനായി മാറുന്നത്. ആ ബറക്കത്തിന്റെ കുറവാണ് എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ബറക്കത്തുണ്ടായാൽ കുറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ സംഗതിയും നടക്കും. ഇപ്പൊ നമ്മളൊക്കെ സത്യത്തിൽ അത് അനുഭവിക്കുക ലോകത്ത്, അല്ലെ? കുറഞ്ഞ വെള്ളം കൊണ്ട് തന്നെ ബറക്കത്തുണ്ടായാൽ കാര്യങ്ങളൊക്കെ നടക്കും. അല്ലെങ്കിൽ എത്ര ഉണ്ടായാലും നടക്കൂല. എത്ര കാശ് കിട്ടിയാലും വിഷയങ്ങളൊന്നും നടക്കണില്ല, മതിയാവണില്ല. ബറക്കത്തിന്റെ കുറവാണ്. ബറക്കത്തിന്റെ കുറവ് നമ്മിലേക്ക് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ദൈവിക ചിന്തയിൽ നിന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് മനുഷ്യൻ പലപ്പോഴും തെന്നിമാറുന്നു എന്നതാണെന്നും ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലു അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഒരു ഗ്രാമവാസികൾ അല്ലെങ്കിൽ ഒരു നാട്ടുകാർ അവർ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ ഭൂമിയിൽ നിന്നും അവൻ ബറക്കത്തുകൾ, അനുഗ്രഹങ്ങൾ ഇറക്കിത്തരും. ആ അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോയതിന്റെ പരിദേവനങ്ങളാണ്, അതിന്റെ കഷ്ടപ്പാടുകൾ അപ്പം നമ്മൾ അനുഭവിക്കണേ. ഇപ്പൊ മഴയ്ക്ക് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയൊക്കെയുള്ള മുറവിളികൾ നേരത്തെ അവിടെ സൂചിപ്പിക്കപ്പെട്ടില്ലേ. കോയൽക്കിണർ, തെക്കുമലസാക്ക ഭയങ്കര കോയൽക്കിണർ അടിച്ചു എന്നാ പറഞ്ഞത്. എല്ലാ നാട്ടിലും വെള്ളം വറ്റാത്തടത്തൊക്കെ വറ്റുന്ന അവസ്ഥ ഇപ്പൊ നമ്മൾ കാണുകയാണ്. മഴ നമുക്ക് ലഭിക്കുന്നില്ല. മഴയുടെ കാലഘട്ടത്തിൽ പോലും മഴ ലഭിക്കേണ്ടതിന്റെ 35% കുറവാണ് ഇപ്രാവശ്യം മഴ ലഭിച്ചത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇക്കഴിഞ്ഞ കർക്കിടക മാസത്തിൽ ഞാൻ നാട്ടിലുണ്ട്. കർക്കിടക മാസത്തിൽ സാധാരണ പണ്ടൊക്കെ പറയല് ഇക്കരെയുള്ള കാക്ക, മലപ്പുറം കാക്കയല്ല, ഈ കാക്ക എന്ന് പറഞ്ഞ കാക്ക, കറുത്ത കാക്ക, ആ കാക്ക അക്കരക്കും കിടക്കൂല, അക്കരയുള്ള കാക്ക ഇക്കരക്കും കിടക്കൂല എന്ന് പറയല് മഴയുടെ ആധിക്യം കൊണ്ട്. എന്നാൽ അതിന് പകരം ഈ കർക്കിടക മാസത്തിൽ ഞാൻ കണ്ടത് ശക്തമായിട്ടുള്ള വെയിലാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അവന്റെ ബറക്കത്തുകൾ കുറക്കുക എന്നുള്ളൊരു സംഗതിക്ക് നമ്മുടെ കയ്യിലിരിപ്പ് കാരണമാകുന്നു, അല്ലേ? എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വാസ്തവത്തിൽ നമ്മുടെ ദോഷം കൊണ്ടാണെന്നല്ലേ ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കണേ. അതുകൊണ്ട് തന്നെയല്ലേ മഴയ്ക്ക് വേണ്ടിയുള്ള മുറവിളി നടക്കുമ്പോൾ ഓരോരുത്തരും അവരവന്റെ ജീവിതത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളിലേക്ക് കൂടി കടന്നു വരണം എന്ന ചിന്ത അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടതുണ്ട്. കണ്ടില്ലേ, ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പറയുമ്പോൾ മഹാനവറുകൾ പറഞ്ഞ വാചകം എന്താ? അല്ലാഹുമ്മ ഇന്നക ലം തുൻസിൽ ബലാഅൻ ഇല്ലാ ബിദംബിൻ വലം തക്ഷിഫുഹു ഇല്ലാ ബിതൗബ. പടച്ചവനെ, ഏതൊരു പരീക്ഷണവും നീ ഞങ്ങൾക്ക് നൽകുന്നത് ദോഷങ്ങൾ കാരണത്താലാണ്, ഞങ്ങളുടെ ദോഷം കാരണത്താലാണ്. വലം തക്ഷിഫുഹു ഇല്ലാ ബിതൗബ, പാശ്ചാത്താപ മനസ്ഥിതി കൊണ്ടല്ലാതെ അത് ഞങ്ങൾക്ക് നീ ഒഴിവാക്കി തരില്ല. അപ്പൊ തെറ്റിൽ നിന്ന് മാറാനുള്ള, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത് ബറക്കത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്.
അതേപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർ സമാനമാക്കരുത്, ഇബാദത്തുകൾക്ക് സൗകര്യം കുറഞ്ഞ സ്ഥലമാക്കരുത്, ഇബാദത്തുകൾ ഉള്ള സ്ഥലമാക്കണം. കാരണം ഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകും. പിശാച് നമ്മുടെ വീടുകളിലും നമ്മുടെ മനസ്സുകളിലും കുടികെട്ടി താമസിക്കുന്നു എന്നതാണ് ഇന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ പ്രശ്നത്തിനുള്ള കൃത്യമായ പരിഹാരം, അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടും, അവന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും. പക്ഷേ AC ഇട്ടെടുത്തിട്ട് നല്ല മിനുമെനുത്ത പട്ടുമെത്തയിൽ പിശാചിനെ കിടത്തിയുറക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്നുണ്ടാവണേ. ഓരോരുത്തരും അവരവരുടെ വീട്ടിന്റെ അന്തരീക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പരിശുദ്ധ ഖുർആൻ കേൾക്കുന്ന സാഹചര്യം എത്ര വീട്ടിലുണ്ട്? അതിനു പകരം ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയത്ത് പോലും അടിപൊളി ഡയലോഗുകളുടെ ശക്തമായിട്ടുള്ള ശബ്ദ മുഖരിതമായ അന്തരീക്ഷമല്ലേ വീടുകളിൽ കേൾക്കുന്നത്. 5 മണി മുതൽ തുടങ്ങുന്ന കണ്ണീരും കണ്ണീരിന്റെ സീരിയലും അതേപോലെ തന്നെ സിനിമകളുടെ അടിപൊളി ഡയലോഗുകളും അതൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ വീടുകളിൽ ഉണ്ടാകുമ്പോ പിശാച് അവിടെ കുടികെട്ടി താമസിക്കുമെന്ന വിഷയത്തിൽ വല്ല തർക്കമുണ്ടോ? അതായിരുന്നു പണ്ട് കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് തന്നെ കടന്നു വരുന്നത്. ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരം നിലനിർത്തിയിരുന്ന മുസ്ലിം വീടുകളിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിന്ന് നേരത്തെ കേട്ടുകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റിന്റെ സ്വലാത്തിന്റെ അല്ലെ, അതേപോലെ മാലകളുടെ മൗലിദുകളുടെ ഒക്കെ സന്തോഷകരമായിട്ടുള്ള ശൈലിയായിരുന്നു. എന്നാൽ ആ മാല മൗലിദുകൾ ഓരോ വീടുകളിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടി പറ്റാവുന്ന സകല തിരുപ്പൻ പണിയും നമ്മുടെ ബിദ്അത്തുകാരുണ്ടാക്കി, പുത്തൻവാദികൾ ഉണ്ടാക്കി. അങ്ങനെ മാല മൗലിദുകൾ പല വീട്ടിൽ നിന്നും എടുത്തു കളയാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ആ മാല മൗലിദുകൾ എടുത്തു കളയപ്പെട്ട സ്ഥാനത്തേക്ക് പരിശുദ്ധ ഖുർആനിന്റെ പാരായണമടക്കമുള്ള നന്മകൾ തിരിച്ച് റീഫിറ്റ് ചെയ്യാനുള്ള സംവിധാനം അതിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നത് കുരങ്ങിന് ഏണി വെച്ചു കൊടുക്കാറുള്ള പരിപാടിയാണ് ഇപ്പൊ നടക്കണേ. കുരങ്ങ് ഏണില്ലെങ്കിൽ തന്നെ ചാടിക്കയറുന്ന സാധന, അതിൽക്കൂടെ ഏണിയും കൂടെ ഉണ്ടായാലോ അതിന്റെ കയറ്റം വളരെ എളുപ്പമാവും. എന്ന പോലെ പിശാച് അല്ലെങ്കിലേ സജീവമായിട്ട് തിമിർത്താടുകയാണ്. ആ ആടുന്നതിന്റെ ഇടക്ക് ഈ നിലക്ക് എന്തെങ്കിലുമൊക്കെ ഹൈറുകൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി അതുകൂടി ഇല്ലായ്മ ചെയ്യാനുള്ള ബിദ്അത്തുകാരന്റെ ശ്രമം കൂടി ആയപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാമൂഹിക ചുറ്റുപാടിലേക്ക് സമൂഹം കടന്നുപോകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ബറകളാക്കരുത്. ഖബറുകൾ അവിടെ സാധാരണഗതിയിൽ ഇബാദത്തിനുള്ള ചാൻസ് ഇല്ലാത്ത സ്ഥലമാണ് എന്നർത്ഥം. അള്ളാഹുവിന്റെ പ്രത്യേക കറാമത്ത് നൽകിയവർ, ആദരവ് നൽകിയവർക്കൊക്കെ എന്തുണ്ടാകും? അവിടെ ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അത് വേറെ വിഷയം, അത് ഇതിനെതിരല്ല. സാധാരണഗതിയിൽ ഇബാദത്തിന്റെ സ്ഥലമല്ല അത്. അതേസമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ? അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങളുടെ ഒരു സഹാബി ഒരു സ്ഥലത്ത് ഒരു ടെന്റ് കെട്ടി രാത്രിയിൽ ആ ടെന്റിൽ വിശ്രമിക്കുമ്പോ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ടു. അദ്ദേഹം ആ ടെന്റും പൊളിച്ച് ഒറ്റ ഓട്ടോടി റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തിയിട്ട് ചോദിച്ചില്ലേ, നബിയെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എന്താ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്? അത് സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് ഓതണ സഹോദരനെ അവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അപ്പോഴും അത് ഓതാൻ അള്ളാഹു തആല അവസരം കൊടുത്തതാണ് എന്നാ. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ പ്രത്യേക ആദരവ് കൊണ്ട് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ഒക്കെ ചിലർക്ക് സൗകര്യം അവിടെ കിട്ടിയെന്ന് വരും. പക്ഷെ അതൊന്നും എന്തായാലും നേരത്തെയുള്ള കുറവുകൾ പരിഹരിക്കാനുള്ള ഭാഗമല്ല, അത് ഇക്റാമിന്റെ ആദരവിന്റെ ഭാഗമാണ്. എന്ന പോലത്തെ ഒരവസ്ഥ, ഇബാദത്തില്ലാത്ത ശൂന്യതയുടെ സാഹചര്യം നിങ്ങൾ വീടുകളിൽ ഉണ്ടാകരുത്. ഓരോ ഇബാദത്തിന്റെയും സജീവമായിട്ടുള്ള ശൈലികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകണം. കാരണം അക്കൂട്ടത്തിൽ ഒന്നാണ് ഫഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ സേന ഒരു സംഘത്തെ നിയോഗിക്കുന്നു ഒരു യുദ്ധത്തിന് വേണ്ടി. ആ യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ നിയോഗിക്കുമ്പോൾ അതിന്റെ അമീറായി, അതിന്റെ ക്യാപ്റ്റനായി കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ഒരാളെ നിശ്ചയിച്ചു. ആ പ്രായം കുറഞ്ഞ ആളെ നിശ്ചയിച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഫഅൻത അമീറുഹും, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങളാണ് ഈ സംഘത്തിന്റെ അമീർ, ലീഡർ.
അദ്ദേഹത്തെ ലീഡറാക്കി തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്തായിരുന്നു എന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് കണ്ട യോഗ്യത, അദ്ദേഹത്തിന് കണ്ട ക്വാളിഫിക്കേഷൻ അതെന്തായിരുന്നു? അദ്ദേഹം സൂറത്തുൽ ബഖറ മനപ്പാടമാക്കിയ ആളായിരുന്നു. കേട്ടോ, സൂറത്തുൽ ബഖറ മനപ്പാടമാക്കിയ ആളായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ യോഗ്യതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഇഷ്ടംപോലെ തെളിവുകൾ സൂറത്തുൽ ബഖറയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. തഫ്സീറിലും അതേപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ. മഹാനായ സഹ്ലു ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാൻ പറ്റും. ഇന്നലി കുല്ലി ഷൈഇൻ സിനാമൻ വ ഇന്ന സിനാമൽ ഖുർആനി സൂറത്തുൽ ബഖറ. ഏതൊരു സാധനത്തിനും, ഒട്ടകത്തിന്റെ ഒക്കെ പുറത്ത് കാണുന്നില്ല ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു സാധനം, പൂഞ്ഞ എന്ന് പറഞ്ഞ ആ പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്ന ഓരോ സാധനം ഓരോന്നിലും ഉണ്ടാകും, ആകർഷകമായിട്ടുള്ള ഒരു ഘടകം. എന്നാൽ ഖുർആനിന്റെ ആ ആകർഷകമായിട്ടുള്ള പൂജ അത് സൂറത്തുൽ ബഖറയാണ്. വമൻ ഖറാഅഹാ ഫീ ബൈതിഹി, ഏതെങ്കിലും ഒരാൾ തന്റെ വീട്ടിൽ അത് ഓതിയാൽ, ലൈലൻ രാത്രി ഓതിയാൽ, ലം യദ്ഖുലി ശൈത്വാനു ബൈതഹു സലാസ ലയാൽ, 3 രാത്രി അവന്റെ വീട്ടിലേക്ക് പിശാച് പ്രവേശിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേപോലെ വമൻ ഖറാഅഹാ നഹാറൻ, പകലിൽ ഓതിയാൽ, ലം യദ്ഖുലി ശൈത്വാനു ബൈതഹു സലാസത അയ്യാം, 3 പകലിലും പിശാച് അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കില്ല. അപ്പൊ പിശാചിനെങ്ങനെ ശരിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താനുള്ള സംവിധാനമാണ് സൂറത്തുൽ ബഖറയുടെ പാരായണം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതേപോലെ നിങ്ങൾ കണ്ടില്ല, ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച സംഭവത്തിൽ പറയുന്നു, മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഖറഅ 10 ആയാത്തിൻ മിൻ സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറയിലെ ആ 10 ആയത്തുകൾ ഒരാൾ ഓതിയാൽ, ഫീ ലൈലത്തിൻ, ഒരു രാത്രി ഓതിയാൽ. പ്രിയപ്പെട്ടവരെ, അൽ ബഖറ മൊത്തം ഓതാൻ എപ്പോഴും നമുക്ക് പറ്റിയില്ലെങ്കിലും ഈ പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ പുലർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ ക്ലാസിന്റെ ഇടക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മഹാന്മാര് പറഞ്ഞ ചില നുറുങ്ങുകൾ, ചില പ്രത്യേകമായിട്ടുള്ള മുത്തുകൾ അത് ലഭിക്കുമ്പോ എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കൾ, സഹോദരിമാർ ഒക്കെ അതൊന്ന് നടപ്പാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഈ ക്ലാസ്സിലുള്ള ഏറ്റവും വലിയ ഉപകാരമായിട്ട് അത് മാറും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഇതിൽ പറയുന്ന സംഭവം എന്താ വെച്ചാൽ 10 ആയത്തുകൾ അൽ ബഖറയിൽ നിന്ന് ഒരു രാത്രി ഒരാൾ ഓതിയാൽ, ഇത് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും അൽ ബഖറ മൊത്തം ഒരു രാത്രി ഓതാറ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നടക്കാതെ വരും. മഹത്വം മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അതൊരു ഉപകാരം എന്ന നിലക്കാണ് ഞാൻ ഈ തുടക്കത്തിൽ ഇത്തരം ആമുഖത്തിന്റെ ഭാഗമായിട്ട് ഇത് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഇത് നമുക്ക് എല്ലാവർക്കും നടപ്പാക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോണ സംഗതി, അതുകൊണ്ട് ഒന്ന് അലർട്ടായിട്ട് എല്ലാവരും ഒന്ന് ഇരുന്ന്. ഇനി ഞാൻ പറയാൻ പോണ സംഗതി ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തുന്ന ഓരോരുത്തരോട് തീരുമാനിച്ചിട്ട് നമ്മൾ ചെല്ലുകയും SGBയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഗതി കേട്ടിട്ടുണ്ട് എന്നെ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഖൈറായിരിക്കും അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ 10 ആയത്തുകൾ അൽ ബഖറയിൽ നിന്ന് ഒരു രാത്രി ഒരാൾ ഓതിയാൽ, ലം യദ്ഖുൽ ദാലിക്കൽ ബൈത ശൈത്വാനുൻ തിൽക്കൽ ലൈല ഹത്താ യുസ്ബിഹ, ആ രാത്രി നേരം വെളുക്കുന്നത് വരെ അവന്റെ വീട്ടിൽ പിശാച് പ്രവേശിക്കില്ല. അർബഅൻ മിൻ അവ്വലിഹ, ആദ്യത്തിലുള്ള അൽ ബഖറയുടെ ആദ്യത്തിലുള്ള 4 ആയത്തുകൾ എല്ലാവർക്കും അറിയാലോ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون എന്ന് പറയുന്ന ആയത്ത്. അതേപോലെ തന്നെ ആയത്തുൽ കുർസി സൂറത്തുൽ ബഖറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ആയിട്ടുള്ള ആയത്തുൽ കുർസി പറഞ്ഞ സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ ആയത്താണ്. ആ ആയത്തും ആയത്തൈനി ബഅദഹ, അതിന് ശേഷമുള്ള 2 ആയത്തും, ആയത്തുൽ കുർസിക്ക് ശേഷമുള്ള 2 ആയത്ത് ആർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും? അത് ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യി ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. ഇതാണ് ആ 2 ആയത്ത് അൽ ബഖറയുടെ. അപ്പൊ ആ തുടർച്ചയായിട്ട് 3 ആയത്ത് സൂറത്തുൽ ബഖറയുടെ 255, 256, 257
അപ്പൊ ഈ ആയത്തിന്റെ നമ്പർ സക്കി ഉസ്താദ് അടിച്ചിട്ടുണ്ട്, കൗമുദ് ഉസ്താദ് അടിച്ചിട്ടുണ്ട്. അപ്പോ അതിപ്പോ പെട്ടെന്ന് നോക്കിയിട്ട് കോപ്പി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ആയത്തിന്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് മുസാഫ് എടുത്തിട്ട് ഓതി പഠിക്കാലോ. 200 അൽബക്കറയുടെ 255, 56, 57 മൂന്നായത്തുകൾ. അതേപോലെ സലാസൻ ഖവാത്തിമഹ അൽബക്കറയുടെ അവസാനത്തിലുള്ള മൂന്നായത്തും, അൽബക്കറയുടെ ഏറ്റവും അവസാനത്തിലുള്ള മൂന്നായത്ത് ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വല്ലാഹു വാസിഉൻ അലീം ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് തുടങ്ങുന്ന ആ മൂന്നായത്ത്. ശരിക്കും നമ്മൾ ഹദ്ദാദ് റാത്തീബ് പതിവായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ ഇതിലെ ഇപ്പൊ ഈ ആയത്തുൽ കുർസിക്ക് ശേഷമുള്ള രണ്ടായത്ത് അതിൽ വരാറില്ല. അതേ സമയത്ത് ബാക്കിയുള്ള പലതും എന്ത് ചെയ്യും, അതിൽ വരുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ലില്ലാഹി മാ ഫിസ് സമാവാതി ആയത്തുൽ കുർസി ഹദ്ദാദ് ചെല്ലുമ്പോ ചില ആളുകൾ എന്ത് ചെയ്യും, ആമന റസൂൽ മാത്രം ഓതലുള്ളൂ. അപ്പൊ ലില്ലാഹിയും കൂടെ ഓതിയാൽ എന്തായാലും അതിൽ പെടും. അപ്പൊ ഈ പറഞ്ഞ 10 ആയത്തുകൾ അൽബക്കറയുടെ ആരംഭത്തിലുള്ള 4 ആയത്ത്, അതേപോലെ തന്നെ 255 മുതൽ 56, 57 അടക്കമുള്ള 3 ആയത്ത്, അതുപോലെ തന്നെ വല്ലാഹു അലാ ഞാൻ ഓതിയെടുത്ത് തെറ്റി തോന്നുന്നു അല്ലെ, യുഹാസിബുക്കും ബിഹില്ലാഹി ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാൻ വേറെന്താണ് ഓതിയെ? സോറി, ശുക്രൻ, ജസാക്കല്ലാഹു ഖൈർ. പെട്ടെന്ന് ഓതിയപ്പോ തെറ്റിപ്പോയതാ. അപ്പൊ എന്തായാലും അത് തിരുത്തുക. പിന്നെ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ്. പിന്നെ അപ്പോ ആ 10 ആയത്തുകൾ ഒരാള് ഒരു രാത്രി ഓതിയാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, അവൻ ഒരിക്കലും തന്നെ പിശാച് എന്ത് ചെയ്യൂല, ആ രാത്രി അവനെ സമീപിക്കില്ല. എന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട അവർ ഉദ്ധരിക്കുന്നുണ്ട് എന്ത്, ലം യഖ്റുബുഹു വല അഹ്ലഹു യൗമഇദിൻ ശൈത്താനുൻ വല ശൈഉൻ യക്റഹുഹു. അവന് മാത്രമല്ല ഇതിന്റെ ബെനിഫിറ്റ്, തന്റെ കുടുംബത്തോടും പിശാച് അടുക്കൂല. നേരത്തെ പറഞ്ഞ വീട്ടിൽ പിശാച് കയറൂല എന്നാണ്. ഇനി ഇവനോടും ഇവന്റെ കുടുംബത്തോടും എന്തടുക്കൂല, പിശാച് അടുക്കൂല. അപ്പൊ നമ്മൾ ചെയ്യണ നന്മയുടെ ഗുണം നമ്മുടെ കുടുംബത്തിന് കൂടി ലഭിക്കും. അപ്പൊ നമ്മൾ സത്യത്തിൽ നമ്മളെ കുടുംബത്തിനൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സുരക്ഷിതത്വത്തിൻ്റെതായിട്ടുള്ള മാർഗമാണ് ഈ ആത്മീയമായിട്ടുള്ള റൂട്ട്. നമ്മുടെ കുടുംബത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഭൗതികമായി എത്ര കഷ്ടപ്പാടും കഠിനാധ്വാനവും നമ്മൾ സഹിക്കുന്നുണ്ട്. അപ്പോ ആ സംഗതി. അപ്പോ അൽബക്കറയുടെ ആദ്യത്തെ 4 ആയത്ത് 255, 56, 57 ഈ 3 ആയത്തുകൾ, അവസാനത്തിലുള്ള 3 ആയത്തുകൾ ലില്ലാഹി മാ ഫിസ് സമാവാതി തുടങ്ങുന്ന പിന്നെ ആമന റസൂൽ അടക്കമുള്ള 3 ആയത്തുകൾ, ഇങ്ങനെയുള്ള 10 ആയത്ത് ഇത് പതിവായിട്ട് ഓതിയ നമ്മളെ കുടുംബത്തിലേക്ക്, അത് അവസാനത്തെ ബഹുമാനപ്പെട്ട ബിസ്മില്ല 756 അടിച്ചിട്ടുണ്ട്, 280 പിന്നെ 4, 85, 86. അപ്പൊ അൽബക്കറയുടെ 1 to 4 255, 56, 57, 284, 285, 286 ഈ ആയത്തുകൾ 3, 3, 6, 4, 10 ഈ 10 ആയത്തുകൾ നമ്മൾ ഓതുമ്പോ അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തോട് പോലും പിശാച് അടുക്കൂല. എന്ന് മാത്രമല്ല വല ശൈഉൻ യക്റഹുഹു, അവന് വെറുപ്പുണ്ടാക്കുന്ന സംഗതികളൊന്നും അവനോട് അടുക്കൂല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു. വലാ യുഖറഅന അലാ മജ്നൂനിൻ ഇല്ലാ ഫാഖ്, ഭ്രാന്തുള്ളവന് ഈ ഭാഗങ്ങൾ ഓതിയിട്ട് മന്ത്രിച്ചാൽ ബോധം തെളിയാൻ വരെ അത് കാരണമാകും. അങ്ങനെ പല ഗുണങ്ങളും ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ്. മഹാന്മാരായ പല ആളുകളും അവരൊന്നും പഠിച്ചത് മറക്കാതിരിക്കാൻ പോലും ഇത് പതിവായി പാരായണം ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്റെ ഗുണങ്ങൾ. ആ വിധത്തിൽ ഗുണങ്ങളുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അൽബക്കറ എന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ പരിഗണിക്കണം. കൂട്ടത്തിൽ ഇപ്പറഞ്ഞ 10 ആയത്തുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇതില് ആയത്തുൽ കുർസിയും അതേപോലെ ആമനർ റസൂൽ എന്ന് തുടങ്ങുന്ന അവസാനത്തെ 2 ആയത്തും അതിന്റെയൊക്കെ മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതാത് സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അപ്പൊ അൽബക്കറയുടെ മഹത്വം, അതിന്റെ പ്രാധാന്യം വളരെ ചുരുക്കി ഈ പറഞ്ഞ സംഗതികൾ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാവുക. ഈ പറഞ്ഞ 10 ആയത്തുകൾ പതിവാക്കാൻ ശ്രദ്ധിക്കുക. അർഹമുർ-റഹീമായ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ 10 ആയത്തുകളുടെ ആയത്ത് നമ്പർ മാത്രം ഒന്നിച്ചടിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് സൂക്ഷിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ ആയത്ത് നമ്പർ മാത്രം അടിച്ചാൽ പിന്നീട് മുസാഫിൽ നോക്കിയിട്ട് എടുക്കാലോ. ആയത്ത് നമ്പർ മാത്രം സക്കി ഉസ്താദ് ആരെങ്കിലും അടിച്ചാൽ
1 മുതൽ 4 വരെ അതാ അവിടെ അടിച്ചിട്ടുണ്ട്. ഇഷ്ക് മദീൻ അടിച്ചിട്ടുണ്ട്. ജസാക്കല്ലാഹു ഖൈറൻ. അപ്പോ ഈ പറഞ്ഞ അടിച്ചിട്ടുള്ള ആയത്തുകൾ അത് എന്നും നമ്മൾ ഓരോ തവണയെങ്കിലും പാരായണം ചെയ്താൽ അത് വലിയ പ്രതിഫലാർഹമായിട്ടുള്ള സംഗതിയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായാലും അൽ ബഖറയുടെ മൊത്തം ഒരു പ്രതിപാദന രീതി, ഇതിന്റെ ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ വാക്കിൽ വളരെ ബ്രീഫായിട്ട് പറയാണ്. വിശ്വാസ കാര്യങ്ങള്, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഉംറ തുടങ്ങിയ ഇബാദത്തുകളും, അതേപോലെ ഇസ്ലാമിക യുദ്ധം, അതുപോലെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിവാഹം, വിവാഹമോചനം, ഇദ്ദ, ഭാര്യാഭർത്തൃബന്ധം, കുട്ടികളുടെ പരിപാലിക്കൽ, കുടുംബജീവിതത്തിന്റെ വിവിധ വശങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാൽ എന്ത് ചെയ്യണം, നേരെ തന്നെ തൊലാഖിന്റെ വക്കത്തേക്ക് പോകാൻ പറ്റുമോ, അതിലെന്തൊക്കെ മാർഗങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഇന്നൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ കുടുംബ കോടതികൾ സ്വീകരിക്കുന്ന കൗൺസിലിംഗിന്റെ സംഗതികൾ വരെ ബഹുമാനപ്പെട്ട അൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ കച്ചവടം, കടമിടപാടുകൾ നടത്തുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ഏത് സംഗതികൾ ഇടപാടുകൾ നടത്തുമ്പോഴും അതിൽ രേഖകൾ സഹിതം അത് കൈകാര്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി, സാക്ഷി പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, മനുഷ്യനെ പലപ്പോഴും ഉള്ളവനെ കൂടുതൽ ഉള്ളവനാക്കാനും ഇല്ലാത്തവനെ കുത്തുവാള എടുപ്പിക്കാനും സഹായകമാകുന്ന ഏറ്റവും വലിയ ദുർഭൂതമായി ഇന്ന് സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പലിശ, അതിന്റെ ഗൗരവവും അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവന് ലഭിക്കാനുള്ള ശിക്ഷയുടെ പടച്ച തമ്പുരാനുമായിട്ട് റബ്ബിന്റെ യുദ്ധപ്രഖ്യാപനം വരെയുള്ള കാര്യങ്ങളും അടക്കമുള്ള സംഗതികള്, കൈക്കൂലി അടക്കം ഇന്നൊക്കെ ഏറ്റവും കൂടുതൽ നാട്ടിൽ നടക്കുന്ന സംഗതി. നമ്മളിപ്പോ ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നമ്മുടെ റെയിൽവേ മന്ത്രിയുടെ അനന്തരവൻ നടത്തിയിട്ടുള്ള ഒരു കൈക്കൂലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഇങ്ങനെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക രംഗത്തെ ചൂഷണങ്ങളുടെ കഥകൾ അതെല്ലാം ബഹുമാനപ്പെട്ട ഖുർആൻ, സൂറത്തുൽ ബഖറ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇസ്ലാമിക നിയമങ്ങളുടെ അതുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ സവിസ്തരം പ്രതിപാദിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്തുകൊണ്ടാണ്, അല്ലെ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് ഖുർആനിന്റെ ഒരു നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം ആ ഖുർആൻ ആദ്യം തന്നെ മുത്തഖീങ്ങൾക്കാണ് ഇത് ഫലപ്പെടുക എന്ന് പറഞ്ഞിട്ട്, അതിന്റെ വിശദീകരണം പിന്നെ നമുക്ക് പറയാം, ആ മുത്തഖീങ്ങൾക്കാണ് ഈ ഖുർആൻ ഫലപ്പെടുക എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറയണത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യം കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ. അപ്പൊ വിശ്വാസം അത് മദീനയിലെത്തിയാലും ഈ ബേസിക് മറക്കണില്ല എന്നർത്ഥം. മക്കയിലും അധികവും വിശ്വാസത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതേസമയത്ത് മദനി സൂറകളിലും വിശ്വാസത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു പോയിട്ടില്ല. വിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നീട് സമൂഹത്തെ മൊത്തമായിട്ട് 3 വിഭാഗമായിട്ട് പരിചയപ്പെടുത്താണ് ഖുർആൻ. ജനങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ 4 കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. ഒന്നുകിൽ നേരത്തെ പറഞ്ഞ മുത്തഖി, രണ്ടാമത്തത് കാഫിർ, മൂന്നാമത്തത് മുനാഫിഖ്. ഇങ്ങനെ 3 കാറ്റഗറിയെ കുറിച്ച് പറയുകയും 3 വിഭാഗത്തിന്റെയും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ. നമ്മളെല്ലാവരും നമ്മൾ ആരാന്ന് തിരിച്ചറിയാൻ, എനിക്ക് ആ സ്വഭാവങ്ങൾ ഏതിന്റെ സ്വഭാവമുള്ളതെന്ന് തിരിച്ചറിയാൻ വാസ്തവത്തിൽ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത് പറയുന്നത് മുത്തഖികളെ കുറിച്ചാണ്. അവരുടെ കുറെ ഗുണങ്ങളാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. കണ്ടോ, അവരെ കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ ഗുണങ്ങൾ ഏതാനും ഗുണങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം, അവരവരുടെ നാഥനിൽ നിന്നുള്ള സന്മാർഗത്തിന്റെ മേലിൽ ജീവിക്കുന്നവരും അതുകൊണ്ട് തന്നെ അവർ വിജയികളുമാണ്. ഖുർആനിന്റെ ആ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ വിഭാഗമാണ് മുത്തഖികൾ, ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് ഇന്നല്ലദീന കഫറു എന്ന് തുടങ്ങിയിട്ട് അവിശ്വാസികളെ കുറിച്ച് വ്യക്തമായ വിശദീകരണങ്ങൾ. അതിനുശേഷം വമിനന്നാസി മൻ യഖൂലു ആമന്ന എന്ന് തുടങ്ങി മുനാഫിക്കുകളുടെ പരാമർശം. ഏറ്റവും കൂടുതൽ ഈ 3 വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഖുർആൻ മുനാഫിക്കുകളുടെ ഞാണിന്മേൽ കളിയെ വിശദീകരിക്കാനാണ് വാസ്തവത്തിൽ ഖുർആൻ ഏറ്റവും കൂടുതൽ സമയമെടുത്തിട്ടുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കാപഢ്യം എന്ന് പറയുന്നത് അത് വല്ലാത്ത ഗുരുതരമായിട്ടുള്ള രോഗമാണ്. അതിലെത്തിപ്പെടാതിരിക്കാൻ വേണ്ട ഗുണങ്ങൾ അത് ഉണ്ടാക്കിയെടുത്ത് മുത്തഖി എന്ന കാറ്റഗറിയിൽ തന്നെ നമുക്ക് പെടാൻ ആവശ്യമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് തഖ്വ എന്താണെന്നും മുത്തഖി ആരാണെന്നും അതിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അങ്ങനെ ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുർആൻ ജനങ്ങളെ 3 ആയി വിഭാഗിച്ച് അവരെ 3 വിഭാഗത്തെയും പരിചയപ്പെടുത്തിയതിനു ശേഷം
ഓരോന്നിനെ കുറിച്ചും വ്യക്തമായി വിശദീകരിച്ചതിന് ശേഷം മനുഷ്യ സൃഷ്ടിപ്പിന്റെ കഥകളിലേക്കാണ് അള്ളാഹു കടക്കുന്നത്. മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിനെ പഠിച്ചതും സ്വർഗത്തിലാക്കിയതും മലക്കുകൾ അദ്ദേഹത്തെ ആദരിച്ചതും അതേസമയത്ത് പിശാജ് അതുമായി ബന്ധപ്പെടുത്തി സ്വർഗത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അതേപോലെ അയാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല സുഖങ്ങളും ഒഴിവാക്കി പുറത്തേക്ക് സ്ഥാനഭൃഷ്ടനാക്കപ്പെട്ടതും ആ സമയത്ത് അവന്റെ പ്രഖ്യാപനവും വാക്കൌട്ടിന്റെ സമയത്തുള്ള പ്രസംഗവും അടക്കമുള്ള സംഗതികളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളും ആദം നബി അലൈഹി ഇസ്ലാം ഭൂമിയിൽ എത്തിച്ചേർന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടനവധി 140 മുതൽ 123 വരെയുള്ള ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബനൂ ഇസ്രായേലിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഖുർആൻ നടത്തുന്നത്. യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന് തുടങ്ങി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർക്കണമെന്ന് പൂർവകാല ജൂതന്മാരുടെ സംഭവങ്ങൾ വിശദീകരിച്ച് നബിതങ്ങളുടെ കാലത്തുള്ള ജൂതഗോത്രങ്ങളുടെ സ്വഭാവം അത് എന്താ പറയാ അവരുടെ പൂർവികരുടേതായിട്ടുള്ള അവസ്ഥകൾ വിശദീകരിച്ചുകൊണ്ട് ഇവരെ ഒന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് കാണിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാല് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തുമ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ കാണാനും ബന്ധപ്പെടാനും സംസാരിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന 3 ജൂതഗോത്രങ്ങളുണ്ട് മദീനയിൽ. ബനൂ ഖുറൈള, ബനൂ ഖൈനുഖാ, ബനൂ നളീർ. ഈ 3 ജൂതഗോത്രങ്ങൾ മദീനയിൽ ഒരു പ്രബല വിഭാഗമായി തന്നെ അവർ ജീവിക്കുന്നത് കൊണ്ട് അവരുമായിട്ടുള്ള ഇടപഴകലിലും ബന്ധങ്ങളിലും അവരുടെ മുൻഗാമികളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വിശകലനം ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ ഇവരിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ട ആ ഉപദേശവും അതേസമയത്ത് പലപ്പോഴും ഇവര് ആ ജന്മഗുണം കാണിക്കുമെന്നുള്ള താക്കീതും അത് വിശ്വാസികൾക്ക് നൽകലായിരുന്നു പ്രധാനമായും അതിന്റെ ലക്ഷ്യമെന്ന് കാണാൻ സാധിക്കും. ഏതായാലും ശരി, മക്കയിൽ നിന്ന് സർവ്വവും ഉപേക്ഷിച്ച് മദീനയിലെത്തിയിട്ടുള്ള മുസ്ലിമീങ്ങൾ അവർക്ക് ഈ ജൂതന്മാരുമായിട്ടുള്ള ഇടപഴകളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വേണം എന്ന ചിന്തയാണ് വാസ്തവത്തിൽ ഇതിലൂടെ മുസ്ലിമീങ്ങളുടെ മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞ ശൈലികളെല്ലാം തന്നെ വാസ്തവത്തിൽ ചിലരൊക്കെ ചില ഘട്ടങ്ങളിൽ തൊലിയുരിച്ച് കാണിക്കുമ്പോ പ്രയോഗിക്കേണ്ട ചില ദാക്ഷിണ്യമില്ലാത്ത ചില ശൈലി, ആ ശൈലിയുടെ ഭാഗമാണ് അത് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും, കാണാനും പറ്റും എന്നതാണ് ചിന്ത. കാരണം എന്താ, ശത്രുവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചീറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് ശത്രു ആരാ നമ്മൾ തിരിച്ചറിയണം. ആ ശത്രുവിനോടുള്ള സമീപനം അതെങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ നയരൂപീകരണവും പദ്ധതികളും നമുക്കുണ്ടാവണം. അതില്ലാതായ ചിലപ്പോ എന്താ വെച്ചാല് ചിലര് ഞെക്കിക്കൊല്ലും, മറ്റു ചിലർ നക്കിക്കൊല്ലും എന്ന് പറഞ്ഞ പോലെ പലരും നമ്മളെ ചീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതില്ലാണ്ടാക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഐഡന്റിറ്റി അവൻ തിരിച്ചറിയണം. എന്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്നവർ അവരാരാണെന്നും തിരിച്ചറിയണം. എന്നിട്ട് വേണം നയം രൂപീകരിക്കാൻ. രൂപീകരിക്കുന്ന നയങ്ങളിലൊന്നും പക്വതക്കുറവോ അല്ലെങ്കിൽ ഓവർ ആവേശമോ ആവേശ കമ്മിറ്റിയിൽ മെമ്പറാകൊന്നും വേണ്ട. അതേസമയത്ത് ഞാൻ ആരാണെന്നും എന്റെ പുറത്തൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അത് സംബന്ധമായിട്ടുള്ള ഒരു അവബോധം അത് സത്യവിശ്വാസിയുടെ മനസ്സിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അത് ബഹുമാനപ്പെട്ട ഖുർആൻ ഭംഗിയായി അവിടെ നിർവഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മദീനയിൽ എത്തിയതിനു ശേഷമുള്ള സൂറത്തുൽ ബഖറയുടെ അവതരണത്തിൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. ജീവിതത്തിന്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ സൂറത്തുൽ ബഖറയിൽ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നോമ്പിനെ കുറിച്ചും അതേപോലെ തന്നെ ഹജ്ജിനെ കുറിച്ചും ഉംറയെക്കുറിച്ചും അതുപോലെ തന്നെ ജിഹാദിന്റെ വിവിധ അർത്ഥതലങ്ങളെ കുറിച്ചും ഒരു മാതൃകായോഗ്യമായ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ ബഹുമാനപ്പെട്ട ഖുർആൻ വസ്തുനിഷ്ഠമായിട്ട് വിശദീകരിച്ചിട്ട് അത് നമുക്ക് സൂറത്തുൽ ബഖറയിലൂടെ തുറന്നങ്ങോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാള് തന്റെ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിൽ പോലും ആർത്തവ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല എന്ന പരാമർശം വരെ ഖുർആൻ അവിടെ നമുക്ക് നൽകുകയാണ്. ഒരാളുടെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധി അത് കാത്തു സൂക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ. യസ്അലൂനക അനിൽ മഹീളി ബഹുമാനപ്പെട്ട ഖുർആനിൽ കാണാം. ആർത്തവ ഘട്ടത്തിലുള്ള പെരുമാറ്റച്ചട്ടം എന്താണെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് അവർ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് അള്ളാഹു എന്താ പറയണത്? അത് വൃത്തികേടാകുന്നു, അതുകൊണ്ട് ഫയത്തസിലുൻ നിസാഅ ഫിൽ മഹീൽ. അതൊരു പ്രത്യേകമായിട്ടുള്ള അലർട്ടിന്റെ സമയമാണ്. മാരകായുധങ്ങളുമായിട്ട് ആ പരിസരത്തൂടെ ഒന്നും സന്ദർശിക്കാൻ പാടില്ല, ആ ഭാഗത്തൂടെ ഒന്നും നടക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ അവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പൊ അങ്ങനെ ഓരോ ജീവിതത്തിന്റെ ഘട്ടങ്ങളും വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനെ എത്രയൊക്കെ അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ദുർഭൂതമായ പലിശ, ആ പലിശയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? അവസാനം ഈ പലിശയുമായി ബന്ധപ്പെടുന്ന പണി നിർത്താൻ തയ്യാറില്ലെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹ്, പടച്ചവനിൽ നിന്നുള്ള യുദ്ധം കൊണ്ട് നിങ്ങൾ അറിയുക എന്ന പ്രഖ്യാപനമാണ് അള്ളാഹു നടത്തിയത്. രണ്ട് കൂട്ടരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചത്. ഒന്ന് പലിശയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ നിന്ന് മാറാത്തവർ, രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ നിരാകരിക്കുന്നവർ. അത് ഒന്ന് ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു, മറ്റത് പരിശുദ്ധ ഖുർആനിലും പറഞ്ഞു. അപ്പൊ ഖുർആനിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ഫഇല്ലം തഫ്അലു ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി വഇൻ തുബ്തും ഫലക്കും റൂഉസു അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. മുടക്ക് മുതൽ നഷ്ടപ്പെട്ടു പോകണ്ട, അതേ സമയത്ത് ഈ ചൂഷണത്തിന്റേതായിട്ടുള്ള പരിശീലനങ്ങൾ ബന്ധപ്പെടരുത്. ഹജ്ജത്തുൽ വദായിൽ നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. അവിടുത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? പലിശ. ഇതുവരെ ഉണ്ടായിരുന്ന ജാഹിലിയത്തിന്റെ സകല പലിശ നമ്മളിതാ ഇവിടെ വെച്ച് ഒഴിവാക്കുകയാണ്. എന്റെ കാൽച്ചുവട്ടിലേക്ക് ഞാൻ അതിനെ ചവിട്ടി പൂത്തുന്നു. ആദ്യമായിട്ട് നമ്മൾ ഒഴിവാക്കണ പലിശ എന്റെ എളാപ്പയായ അബ്ബാസ് എന്നവർക്ക് കിട്ടാനുള്ള പലിശയാണ്. അബ്ബാസ് എന്നവർ മേലോട്ട് നോക്കി പോയി ചരിത്രം പറഞ്ഞത്. തനിക്ക് ഒരുപാട് ആളിൽ നിന്ന് കിട്ടാനുള്ള പലിശ കണക്കിങ്ങനെ കൂട്ടി വെച്ചിരിക്കുമ്പോഴാണ് റസൂൽ പ്രഖ്യാപിക്കുന്നത്, ആദ്യമായിട്ട് ഞാൻ ഒഴിവാക്കണ പലിശ എന്റെ എളാപ്പാക്ക് കൊടുക്കാനുള്ള പലിശ ഞാൻ കൊടുക്കണ്ട, മുതൽ മാത്രം കൊടുത്താൽ മതി എന്ന കുടുംബം തന്നെ പഠനം തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഖുർആൻ നടത്തി. അതെല്ലാം കഴിഞ്ഞ് അവസാനം ഭാരതലോകന്റെ കണക്ടലിലേക്ക് ഒരു ബോധവൽക്കരണത്തിലേക്ക് ആണല്ലോ അള്ളാഹു തആല അവസാനമായിട്ട് ഖുർആനിൽ ഇറക്കിയിട്ടുള്ള ആയത്ത് എന്ന് പറഞ്ഞ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, ഒരിക്കലും ആക്രമിക്കപ്പെടാത്ത നിലക്ക് ഓരോ ശരീരവും ചെയ്തതിനുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും. അങ്ങനെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഈ ലോകത്തെ ജീവിതം അവസാനിച്ചതിന് ശേഷം വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലും ബോധവൽക്കരണവും നടത്തിക്കൊണ്ടാണ് സൂറത്തുൽ ബഖറയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് അൽ ബഖറ എന്ന് പറഞ്ഞ സൂറത്ത് അവസാനിപ്പിക്കുന്നത് സത്യവിശ്വാസികളായ ആളുകൾ യജമാനനായ റബ്ബിനോട് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപാടാണ് റബ്ബിനോടുള്ള പ്രാർത്ഥന. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വ അഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ആ പ്രാർത്ഥനയോടുകൂടെയാണ് സൂറത്തുൽ ബഖറ അവസാനിക്കുന്നത്. അപ്പോ ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ അവന്റെ വ്യക്തിവിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ കൃത്യമായി ചിന്തിക്കാനുള്ള ബോധം നൽകിക്കൊണ്ടാണ് സൂറത്തുൽ ബഖറ അവസാനിക്കുന്നത്. അൽ ബഖറ എന്നാണ് ഇതിന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മള് അൽ ബഖറ എന്ന് പറഞ്ഞ പശു എന്നാണ്, അതിനെക്കുറിച്ചൊരു പരാമർശം ഈ സൂറത്തിൽ വരുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് എന്തുണ്ടായി? ഒരു ആള് കൊല്ലപ്പെട്ടു. കൊലയാളി ആരാണെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയൊന്നുമില്ല. നിരപരാധികൾ പിടിക്കപ്പെടുമെന്ന ഘട്ടം വന്നു. ആ ഘട്ടം വന്ന സമയത്ത് വൈദ് ഖത്തൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ എന്ന് തുടങ്ങുന്ന ഭാഗം കൊണ്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് ഇങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പോ എങ്ങനെയാണ് ഈ കൊലയാളിയെ കണ്ടെത്തുക എന്ന ചർച്ചയിൽ, ഇന്നത്തെ പോലെ ഏതെങ്കിലും അന്വേഷണ കമ്മീഷന് നേരത്തുള്ള ടീം ശരിയല്ല, അതുകൊണ്ട് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയ ഒരു ടീമിനെ ഏൽപ്പിക്കാം എന്നൊന്നും വെക്കാനുള്ള അവസ്ഥ അല്ലാത്ത കാലം, ആ കാലത്ത് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു നിർദ്ദേശിച്ചത് അവരോടൊരു പശുവിനെ അറക്കാനാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ജനങ്ങളോട് പറഞ്ഞു, ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, ഒരു പശുവിനെ അറക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ആകെ ചൂടായി. ഇവിടെ കൊല്ലപ്പെട്ട ആളെ കണ്ടെത്താത്ത ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞാല് അതെന്ത് വർത്താനാണ് എന്ന് അവർ ചോദിച്ചു. പരിഹസിക്കാണോ എന്ന് ചോദിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അതൊന്നല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയണം, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അങ്ങനെ പിന്നെ പശുവിനെ പറ്റി പറഞ്ഞപ്പോ അവർക്ക് എന്തായി, ആ പശു എങ്ങനത്തെ പശുവാ, എങ്ങനത്തെ പശു എന്നൊക്കെ. അപ്പൊ ഇന്നൊക്കെ ഇവിടെ അബൂ ഷാക്കിർ ഉസ്താദിന്റെ ക്ലാസ്സിലൊക്കെ ചിലര് ചോദ്യം ചോദിച്ച മാതിരി ഓവറായിട്ട് ചോദിച്ചു പോണ്ട, അതിന്റെ വല്ലാത്തൊരു പാഠം ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓവറായിട്ട് എന്ത് ചെയ്യാ ചോദിച്ചു പോവുക. അങ്ങനെ ചോദിച്ചു പോയാല്
പിന്നെ നമ്മളെ വല്ലാണ്ട് പെട്ടുപോകും. അതുകൊണ്ട് ഒരു ലിമിറ്റിലൊക്കെ നിന്നാ മതി. നമ്മൾ തെറ്റിലേക്ക് എത്തണില്ല എന്നതിലേക്ക് എത്താനുള്ള സൂക്ഷ്മതയുടെ സ്വഭാവങ്ങൾ മാക്സിമം നമ്മൾ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ എങ്ങനെങ്കിലും അതിന് വല്ല സാധ്യത ഉണ്ടോ എന്നുള്ള അന്വേഷിച്ചു പോക്ക് വല്ലാതെ പോയാൽ നല്ലോണം കുടുങ്ങും. മനസ്സിലായില്ലേ? ലാ തസ്അലു അൻ അശ്യാ, ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പല സംഗതികളും നിങ്ങൾ ചോദിക്കരുത്. ചോദിച്ചോലെ ആക്ഷേപിക്കാനല്ല ഞാൻ പറഞ്ഞത്. ചില വിഷയങ്ങള് നമ്മളിങ്ങനെ ചോദിച്ചിട്ട് പുല്ല് പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതേ സമയത്ത് നമ്മൾ ഹറാമിൽ ചെന്ന് പെടാൻ പാടില്ല. നമ്മളത്ത് പിന്നെ തെറ്റ് നമ്മളെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അല്ലല്ല, ആലൂരിനതല്ല. ഞാൻ ഒരാളെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തിട്ടല്ല, മൊത്തത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതി ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ വന്നാ അങ്ങനെ ആവില്ലേ, അങ്ങനെ വന്നാ അങ്ങനെ ആവില്ലേ, ആലോചിച്ചിങ്ങനെ പോയിട്ട് ആകെ കൂടെ ബേജാറായുടെ ഒരവസ്ഥ അതുണ്ടാകണ്ടാണ്. ഇപ്പൊ നമ്മളിത് ഞാനൊരു ഭൂമി വിറ്റു, ആ ഭൂമി വിറ്റപ്പോ അതിന് കാശ് തന്നോൻ ഓനത് അങ്ങനെ ആ പൈസ കൊണ്ടാ തന്നുകണെങ്കിലോ അല്ലെങ്കിൽ ഈ പൈസ കൊണ്ടാ തന്നുകണെങ്കിലോ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചു പോയാലേ അതെ. അപ്പൊ ചിലപ്പോ എന്താവും, കുത്തി ചോദിച്ചാല് ചിലപ്പോ എന്താവും, വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടും. എന്നാൽ ഇവരെന്ത് ചെയ്തു? മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് അത്രേ പറഞ്ഞുള്ളൂ, വളരെ കോമൺ ആയിട്ട് പറഞ്ഞതാണ്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ പറയുന്നുണ്ട് ജനങ്ങളെ. എന്നാ ശരി, ഒരു പശുവിനെ വാങ്ങി അറുക്കാന്ന് തീരുമാനിച്ചാൽ പ്രശ്നം തീർന്നിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അവര് പറഞ്ഞു, അങ്ങനെ പശുവിനെ അറുക്കാൻ പടച്ചോൻ പറയണമെങ്കിൽ ആ പശു എങ്ങനത്തെ പശു ആണെന്നൊക്കെ അറിയണം. ഇന്നൽ ബക്കറ മാഹിയ ഇന്നൽ ബക്കറ തശാബഹ അലൈന, പശുവിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്, എങ്ങനത്തെ പശു ആകണം. അപ്പൊ എന്ത് ചെയ്തു? ഓരോ ഡിമാൻഡുകൾ അങ്ങനെ പറഞ്ഞ് ഡിമാൻഡുകൾ അങ്ങനെ കൂടി വന്നു നോക്കുമ്പോ എന്ത് ചെയ്യുന്നു? ആ പശുവിന്റെ തോല് നിറച്ച് സ്വർണം കൊടുത്താൽ മാത്രമേ കിട്ടൂ എന്നുള്ള അർത്ഥത്തിൽ ക്വാളിഫിക്കേഷൻ ഒത്ത പശുവിന് അത്രയും കാശ് കൊടുക്കേണ്ടി വന്നു. എന്തായാലും ശരി, ഒരു പശുവിനെ അർത്തു. ആ പശുവിന്റെ ഒരു എല്ലെടുത്തിട്ട് ഈ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ ശരീരത്തിൽ ഒന്ന് അടിച്ചാൽ അയാൾ എഴുന്നേറ്റിട്ട് ഇന്നാളാ കൊന്നത് എന്ന് പറയും. അതിനായിരുന്നു ആ പശുവിനെ അറക്കാൻ പറഞ്ഞ്. അപ്പൊ സംഗതി സിമ്പിളായിട്ട് നടക്കേണ്ടതായിരുന്നു. ആ കഥ സവിസ്തരം ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഒരു സൂറത്തിനൊരു പേര് വെക്കുന്നതിന് എത്രയോ കാരണം കൊണ്ടു. എന്തെങ്കിലും അതുമായിട്ടുള്ള ഒരു ചെറിയ പരാമർശം അതിലുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി ആ പേര് വെക്കുന്നതിന് കുഴപ്പമില്ല. അതിലുള്ള എല്ലാ വിഷയത്തിനും കൂടെ പേര് വെക്കാനോട്ട് കഴിയൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് സൂറത്തുൽ ബഖറ എന്ന് പറയുന്ന ആ സൂറത്തിന് അങ്ങനെ പേര് വെച്ചിട്ടുള്ളത്. ഏതായാലും ഇത്രയും ഒരു ചെറിയ ഒരു ബ്രീഫായിട്ടുള്ള ആമുഖം എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്. ലൈവ് വരാനായോ? അല്ലെങ്കിൽ നമുക്ക് പിന്നെ തൽക്കാലം വേണമെങ്കിൽ എന്താ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ചോദിക്കാണ്ടെങ്കിൽ ഇനി കുറച്ച് സമയം അല്ലേ. ഇൻഷാ അല്ലാഹ് ക്ലാസ് ഞാൻ അടുത്ത ആഴ്ച നാളെ മുതൽ ആരംഭിക്കാം, ബിസ്മി മുതലുള്ളത് എന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാനുണ്ടെങ്കിൽ പിന്നെ ലൈവ് വരുന്നത് വരെയുള്ള സമയം വേണമെങ്കിൽ അതിന് ഉപയോഗപ്പെടുത്താം. പക്ഷെ ആരും കൈപൊക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇന്ന് തന്നെ ക്ലാസ് ഇൻഷാ അല്ലാഹ് തുടങ്ങാം അല്ലെ. ഏതായാലും സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നേരത്തെ ഫാത്തിഹ പറയുമ്പോൾ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ കൂടുതൽ ഞാൻ അങ്ങോട്ട് പോണില്ല. അള്ളാഹുവിന്റെ എല്ലാ നാമവും പറഞ്ഞ്, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമവും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നാണ് അതിന്റെ ചെറിയ ഒരാശയം. ബിസ്മി എന്നത് ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും സത്യവിശ്വാസികൾ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. പരിഗണനാർഹമായിട്ടുള്ള വിഷയങ്ങൾ ഏതു ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് ആരംഭിച്ചില്ലെങ്കിൽ അത് ബറക്കത്ത് കുറഞ്ഞു പോകും. അതേസമയത്ത് ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നത് ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിക്കാനുള്ള ഒരു ശുഭസൂചകമായിട്ടുള്ള ഒരു ദിക്റാണ്. അതുകൊണ്ട് തന്നെ ബിസ്മി വലിയ പ്രാധാന്യമുള്ളതാണ്. സത്യവിശ്വാസി അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ബിസ്മിയെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ബിസ്മി ചൊല്ലിയിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചിട്ട് പോലും അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല എന്ന് ചരിത്രത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈസർ രാജാവിന് മാറാത്ത തലവേദന വന്നപ്പോൾ ഒരു തൊപ്പി കൊടുത്തേക്കുകയും ആ തൊപ്പി തലയിലിട്ടാൽ തലവേദന മാറുകയും തൊപ്പിയെടുത്താൽ തലവേദന തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സംഭവം കണ്ടപ്പോ എന്താണ് ഇപ്പൊ ഈ തൊപ്പിയിൽ അത്ഭുതം എന്ന് അദ്ദേഹം പരിശോധിക്കാൻ തീരുമാനിച്ചപ്പോ തൊപ്പിയുടെ അകത്തുനിന്ന് ഒരു ഏലസ് കിട്ടി അല്ലെ ഒരു ഉറുക്ക് കിട്ടി. എന്താ ഉറുക്കിലുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉറുക്കിട്ട് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്, അല്ലാതെ വേറൊരു സംഗതി ഒന്നല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ഉള്ളിൽ ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയിട്ട് കൊടുത്തയച്ചതായിരുന്നു. ആ തൊപ്പി ധരിച്ചാൽ അപ്പം എന്താവും, തലവേദന മാറും എന്ന അവസ്ഥ. അങ്ങനെ വലിയ പ്രാധാന്യമുള്ള സത്യവിശ്വാസി അവന്റെ ജീവിതത്തിന്റെ സകല ഘട്ടങ്ങളിലും ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. അതവൻ മറക്കാൻ പാടില്ല. അവന്റെ ഏതൊരു സംഭവത്തിലേക്ക് അവൻ ഇറങ്ങുമ്പോഴും റബ്ബിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ആ വിഷയത്തിലേക്ക് ഇറങ്ങാൻ
എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞത്, വീട്ടിലേക്ക് കയറുമ്പോൾ ഒരാൾ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ അവന്റെ കൂടെ ഒരുപാട് പിശാചുക്കൾ ഉണ്ടാകും. അവരൊപ്പമുള്ള പിശാചുക്കളോട് പിശാചിന്റെ തലവൻ പറയും, നിങ്ങൾക്ക് ഇതോടെ അക്കോമഡേഷൻ ഓക്കെയാണ്. വീട്ടിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി എല്ലാം മറന്നാൽ അപ്പം എന്ത് ചെയ്യും? ഫുഡും ഓക്കെയാണ് എന്ന് പിശാച് പറയും. അത് കഴിഞ്ഞ് ഭാര്യയുമായി ബന്ധപ്പെടും, അപ്പം ബിസ്മി എല്ലാം മറന്നാൽ അതിലും ആര് കൂടും? പിശാചുക്കള് കൂടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലിയാൽ ലാ മബീതലക്കും, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അനുവാദമല്ല എന്ന് പറഞ്ഞ് പിശാചുക്കളെ ഒഴിച്ചുവിടാൻ പറ്റിയ ഒരു സംഗതിയാണ്. വീട്ടിക്ക് പിശാച് കയറാണ്ടക്കാനുള്ള സംഗതിയാണ് ബിസ്മി. അങ്ങനെ പല സ്ഥലങ്ങളിലും ആ ബിസ്മിയുടെ പ്രാധാന്യം നമ്മൾ മറന്നു പോകരുത്. അള്ളാഹുവിന്റെ റഹ്മാനും റഹീമുമായ അള്ളാഹു, റഹ്മാൻ എന്ന് പറയുമ്പോ അവനെ അനുസരിച്ചവർ അനുസരിക്കാത്തവർ എന്ന വ്യത്യാസമല്ലാതെ ഭൂമിയിൽ വെച്ച് അള്ളാഹു അനുഗ്രഹം ചെയ്യും, ഗുണം കൊടുക്കും. ഇവിടെ അള്ളാഹു ഗുണം കൊടുക്കുന്നതിന് അവനെ തൃപ്തിപ്പെട്ടു എന്നോ അല്ല എന്നുള്ളതിന്റെ തെളിവില്ല. എന്ന് മാത്രമല്ല, ഇവിടെ അള്ളാഹു താല പലപ്പോഴും അള്ളാഹ്ക്ക് ഒരു ഇഷ്ടമല്ലാത്തവനായിരിക്കും എന്ത് ചെയ്യണത്, പലപ്പോഴും ഇവിടെ കൂടുതലായിട്ട് അള്ളാഹു താല ഗുണം ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് ഭൗതിക ജീവിതത്തിന്റെ പ്രൗഢിയില് നമുക്കൊരു ഗുണങ്ങൾ ഉണ്ടാകുമ്പോ അതിലൊരിക്കലും തന്നെ നമ്മൾ പരിസരബോധം മറന്നു പോകരുത്. കാരണം എന്താ, ദുനിയാവിന് അള്ളാഹു ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ള വെച്ചിട്ടില്ല എന്നാണല്ലോ നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വില കുറഞ്ഞ, ഇവിടെ ഏറ്റവും വില ഉള്ളതായിട്ട് നമ്മൾ കാണുന്ന സാധനത്തിന്റെ ഒക്കെ അടിസ്ഥാനം പരിശോധിച്ചാൽ ഏറ്റവും മോശമായിട്ടുള്ള സംഗതി അത് കാണാൻ പറ്റൂല. നമുക്ക് മഹാന്മാര് പറഞ്ഞില്ലേ, മഹാന്മാര് പറഞ്ഞില്ലേ, എന്താണ് വേറെ തുടങ്ങാം, ഒന്ന് തീർന്നിട്ട് തുടങ്ങാം, അതല്ല ഇത് ശരി. ഓക്കെ, ഒന്ന് തീർന്നിട്ട് അടുത്തത് തുടങ്ങാം. ഏതായാലും ശരി. അപ്പൊ ടെക്സ്റ്റ് ഞാൻ മറുപടി ഇപ്പൊ പറയില്ല. പിന്നെ ഏതായാലും നമ്മൾ ചിന്തിച്ചു നോക്കണം, ഈ ഭൂമിയിൽ അള്ളാഹു താല വെച്ച ഒരു സംഗതി എന്താ? അള്ളാഹു താല ഭൂമിയിൽ വെച്ച ഒരു സംഗതി, ഇവിടെ ഏറ്റവും വില കൂടിയ സാധനമായിട്ട് നമ്മൾ കാണുന്നതാണ് വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ പട്ട്. ആ പട്ട് അള്ളാഹു താല അതിന്റെ അസംസ്കൃത വസ്തു പരിശോധിച്ചാൽ പട്ടുനൂൽ പുഴു എന്ന് പറയണേ ആ സാധനത്തിനെ കണ്ടാൽ തന്നെ വൃത്തികേട് തോന്നുന്നതുമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഏറ്റവും വില കൂടിയ വസ്ത്രം. അതേപോലെ ഏറ്റവും നല്ല പാനീയം തേന്, അത് ഈച്ച ഛർദിച്ചതാണ്. അതുപോലെ ഈ ലോകത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം അവന്റെ ഇണയുമായി ഭാര്യയുമായി ബന്ധപ്പെടുന്നത്, അതിന് അല്ലാഹു തആല വെച്ചതോ നജസുമായിട്ട് ബന്ധപ്പെടുത്ത രണ്ട് സ്ഥലങ്ങൾ. ഇതിൽ വലിയ ഒരു പിന്നെ അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു രഹസ്യം മഹാന്മാര് പറയാണ്. ഇത് വഖൈറു ലിബാസിഹാ നഫസാതു ദൂദി വഖൈറു ശറാബിഹാ ഖൈഉദ്ദുബാബി വഅഹ്ലാ മാ യനാലുൽ മർഉ മിൻഹു മബാലും ഫീ മബാലിം മുസ്തതാബി. ഈ ലോകത്തെ ഏറ്റവും നല്ല വസ്ത്രമായിട്ടുള്ള പട്ട്, അത് പട്ടുനൂൽ പുഴുവിന്റെ പിന്നെ ശരീരത്തിൽ നിന്ന് വരുന്ന ചില അവശിഷ്ടങ്ങളാണ്. അതേപോലെ ഇവിടുത്തെ ഏറ്റവും നല്ല പാനീയം അത് ഖൈഉദ്ദുബാബ്, ഈച്ച ഛർദിച്ചതാണ്. മനുഷ്യൻ ഏറ്റവും രസകരമായി കാണുന്ന സംഗതി അത് മബാലുൻ ഫീ മബാലിൻ മുസ്തതാബി, ഒരു മൂത്രദ്വാരവുമായി ബന്ധപ്പെട്ട സ്ഥലം മറ്റൊരു ദ്വാരവുമായിട്ടുള്ള ഫിറ്റിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അള്ളാഹു വെച്ചത്. അതായത് ഭൗതിക ലോകത്തുള്ള ഏറ്റവും വലിയ സംഗതികളായിട്ട് നമ്മൾ കാണുന്നതിനൊക്കെ അടിസ്ഥാനം തേടിപ്പോയാൽ അതിലൊക്കെ വളരെ വില കുറഞ്ഞിട്ടുള്ള ഒരു സംഗതി കാണാൻ സാധിക്കുന്നെങ്കിൽ ദുനിയാവിന്റെ അവസ്ഥ അള്ളാഹു തആല ഇത്രയും വെച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ ഒരാൾക്ക് ഗുണം കിട്ടിയാൽ, ഭൗതികമായ പവറുകൾ ഉണ്ടായാൽ അതിന്റെ പേരിൽ ഒരിക്കലും അള്ളാഹുവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ പാടില്ല എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയാണെങ്കിലും അതോടൊപ്പം ഒരു വിശ്വാസി നിരാശനാകേണ്ടയില്ല. അർ റഹീം, അള്ളാഹു തആല ആരാണ്? ഇവിടെ അവനെ അനുസരിച്ചവർക്ക് പരലോകത്ത് അനുഗ്രഹം ചെയ്യുന്നവനാണ്. അവിടെ അനുഗ്രഹം കിട്ടിയവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ. അതിനുവേണ്ടിയാണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് അധ്വാനിക്കേണ്ടത് എന്ന ചിന്തയൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുമ്പോ ഭൗതിക ലോകത്തിന്റെ നശ്വരതയും ആത്മീയ ലോകത്തിന്റെ പാരത്രിക ജീവിതത്തിന്റെ അനിവാര്യതയും അതൊക്കെ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഇത് ചൊല്ലുമ്പോ ഈ ആശയമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാണെന്ന് അർത്ഥം. അർ റഹ്മാൻ എന്ന് പറയുമ്പോ ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത പട്ടിണിപ്പാവായിട്ട് കഴിയുന്ന ഒരു സാധു മനുഷ്യൻ, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് അയാൾ വിലപിടിപ്പുള്ള ആളാണെങ്കിൽ, അള്ളാഹു അയാളെ കബൂൽ ചെയ്ത ആളാണെങ്കിൽ റബ്ബിന്റെ അടുത്ത് വരുമ്പോ അയാൾ രാജാവാ. അതേസമയത്ത് ഇവിടെ രാജകീയമായ പ്രൗഢിയോട് ജീവിച്ചവൻ പടച്ച റബ്ബ് അയാൾക്ക് സ്വീകാര്യത കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് അയാൾ സീറോ ആണ്. അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതത്തിന്റെ നശ്വരത മനസ്സിലാക്കാനും പാരത്രിക ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മുൻകരുതലുകൾ തന്റെ ജീവിതത്തിൽ സജീവമാക്കി കൊണ്ടു നടക്കാനും ഒക്കെ
ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ഒരൊറ്റ ആയത്തിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓരോ സമയത്തും ദിക്റുകൾ ചെല്ലുകയാണെങ്കിൽ ആ ചെല്ലണ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇതിനുള്ളൊരു ഉത്ബോധനം കിട്ടുമെന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും അതിന്റെ വിശദീകരിച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ വെച്ചുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞിരുന്നു. ഒരു പക്ഷെ ആരത്തെങ്കിലുമൊക്കെ അതിന്റെ ലിങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാവുന്നതാണ് എന്നുകൂടി അതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കുന്നു. ഈ ഇനി ആദ്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അലിഫ് ലാം മീം. പരിശുദ്ധ ഖുർആനിൽ കുറെ സൂറകളുടെ ആദ്യത്തിൽ ഏതാനും അക്ഷരങ്ങൾ കൊണ്ടാണ് അല്ലാഹു തആല ഖുർആൻ ആരംഭിക്കുന്നത്. 29 അധ്യായങ്ങളുടെ സൂറത്തുകളുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേവല അക്ഷരങ്ങൾ കൊണ്ട് ഖുർആൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഒറ്റ അക്ഷരം കൊണ്ട് തുടങ്ങിയതുണ്ട്, സ്വാദ് ഖാഫ് പോലെ ഒറ്റ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതുണ്ട്, ഹാമീം താസീൻ പോലെ രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതുണ്ട്, അലിഫ് ലാം മീം എന്നിങ്ങനെ 3 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതുണ്ട്. അതുപോലെ അലിഫ് ലാം മീം റാ 4 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതുണ്ട്. അതുപോലെ തന്നെ കാഫ് ഹാ യാ ഐൻ സാദ് ഇങ്ങനെ 5 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു വിവിധ ഒറ്റക്ഷരം രണ്ടക്ഷരം അങ്ങനെ 5 അക്ഷരം വരെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ 29 സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഈ കേവലാക്ഷരങ്ങളുടെ അർത്ഥം എന്താ? അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥം അറിയാതെ ഖുർആൻ ഓതാൻ പാടില്ല, അത് ഹറാമാന്ന് വരെ പറഞ്ഞ ജമാഅത്തേരം വരെ പരിഭാഷ എഴുതുമ്പോ അലിഫ് ലാം മീം എന്നുള്ളടത്ത് അർത്ഥം എഴുതിയത് അലിഫ് ലാം മീം തന്നെ. അത് അർത്ഥ അപ്പൊ അറിയില്ല. അതാണ് ഈ കേവലാക്ഷരങ്ങളുടെ അർത്ഥം എന്താണ് എന്ന് നമുക്കറിയില്ല. അല്ലാഹു അഅലമു ബി മുറാദിഹി ബിദാലിക്. അതുകൊണ്ട് അള്ളാഹു എന്താ ഉദ്ദേശിച്ചതെന്ന് അവനറിയാം എന്ന് പറഞ്ഞ് അവനിലേക്ക് ഏൽപ്പിക്കലാണ് കൂടുതൽ ആളുകളും ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില ഇമാമിങ്ങളൊക്കെ ഇമാം റാസി റളിയല്ലാഹു അൻഹുവൊക്കെ വിവിധ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അവിടെ പറഞ്ഞത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒന്നാമത് പറഞ്ഞ അതന്നെയാണ് തന്റേതായിട്ടുള്ള ഭാഗമായി വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷെ പലരും പല വിധത്തിലുള്ള ന്യായങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞതും അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഖുർആനിലൊരു ഉദ്ദേശം ഒരു അർത്ഥമൊന്നും ഇല്ലാതൊന്നും അല്ലാഹു തആല പറയില്ല എന്നുള്ളത് ശരി. പക്ഷെ അത് ആർക്കറിയില്ല, നമുക്കറിയില്ല എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. മുതശാബിഹിനെ കുറിച്ച് ഖുർആൻ തന്നെ സൂറത്ത് ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ വിശദീകരിച്ചോടത്ത് നമുക്ക് കാണാൻ സാധിക്കും അത്. അപ്പൊ ഈ അക്ഷരങ്ങൾ ഉൾക്കൊണ്ടത് ചില മഹാന്മാർ പറഞ്ഞ തഫ്സീർ എന്താ വെച്ചാല് ഇത് നമ്മൾ അർത്ഥം പറയണം എന്ന് പറഞ്ഞവര് പറഞ്ഞത് അത് ചില പദങ്ങളുടെ ചുരുക്കാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിവിധ വിശേഷണങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അഭിപ്രായം കാണാം. അന്ന കുല്ല വാഹിദിൻ മിൻഹ, ഈ അക്ഷരങ്ങളിൽ നിന്നുള്ള ഓരോന്നും ദാലുൻ അൽ അസ്മിൻ മിൻ അസ്മാഇല്ല വ സിഫത്തിൻ മിൻ സിഫാത്തിഹി, അള്ളാഹുവിന്റെ പേരുകളിൽ നിന്നുള്ള ചില പേരുകളുടെ മേലിലും അതേപോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്നുള്ള ചില വിശേഷണങ്ങളുടെ മേലും അറിയിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ഓരോ അക്ഷരത്തിനും പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിന്റെ പേരുകളിൽ നിന്ന് അതേപോലെ അള്ളാഹുവിന്റെ സിഫത്തുകളിൽ നിന്നൊക്കെയുള്ളതിലേക്ക് സൂചനയായിട്ട് ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട നല്ല ഒരു നിരീക്ഷണം ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അൽ ആശിറു 10ാമത്തെ അഭിപ്രായം മാ ഖാലഹുൽ മുബറദു വഖ്താറഹു ജംഉൻ അലീമുൻ മിനൽ മുഹഖ്ഖീന, ഒരുപാട് പണ്ഡിതന്മാർ തെരഞ്ഞെടുക്കുകയും ആ അഭിപ്രായം ശരിയാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഇമാം മുബറദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം. അതെന്താ? വദാലിക അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ തഹദ്ദാഹും അൻ യഅ്തു ബിമിസ്ലിൽ ഖുർആൻ, ഖുർആൻ മനുഷ്യനിർമ്മിതമാണെന്നും മുൻകാലത്തുള്ള സാഹിത്യ മോഷണം നടത്തിയതാണ് മുഹമ്മദ് നബി എന്നൊക്കെ ശത്രുക്കൾ പറഞ്ഞപ്പോ അള്ളാഹുവിൽ നിന്നുള്ളതല്ല, ദൈവികമല്ല ഖുർആൻ എന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യൂ? ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരൂ എന്ന് അള്ളാഹു തആല വെല്ലുവിളിച്ചു. ഈ ഖുർആൻ എന്തല്ല, മനുഷ്യനിർമ്മിതമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിർമ്മിച്ചതാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ കൊണ്ടുവരൂ. പിന്നെ വെല്ലുവിളി ഒന്നുകൂടി ഗൗരവം കുറച്ചു. എന്നിട്ട് പറഞ്ഞു ഖുർആനിലുള്ള ഒരു 10 അധ്യായങ്ങൾക്ക് സമാനമായിട്ടുള്ള ഒരു 10 അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. പിന്നീട് എന്ത് ചെയ്തു? അള്ളാഹു തആല ഒന്നുകൂടി കുറച്ചിട്ട് ഖുർആനിലുള്ള ഒരു ചെറിയ സൂറത്തിന്റെ അത്ര ഇതിന്റേതായിട്ടുള്ള ഘടനയിൽ ഇതിന്റെ സ്വഭാവത്തോട് സാഹിത്യ ഭംഗിയിലും ഇതിന്റെ അർത്ഥവ്യാപ്തിയിലും ഒക്കെ അതിനോട് കടപിടിക്കുന്ന ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു തആല ഖുർആനിലൂടെ വെല്ലുവിളിച്ചു.
അപ്പൊ ആ വെല്ലുവിളിച്ചപ്പോ ഫഅജസു അൻഹു, ആ വെല്ലുവിളി സ്വീകരിക്കാനും ഏറ്റെടുക്കാനും ആർക്ക് സാധിച്ചില്ല? അറേബ്യൻ മുശ്രിക്കുകൾക്ക് സാധിച്ചില്ല. സാഹിത്യത്തിന്റെ ഉത്തുംഗതയിൽ വിരാജിക്കുന്ന സമൂഹത്തിന് സാധിച്ചില്ല. അങ്ങനെ സാധിക്കാതെ വരുമ്പോ എന്തു ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ റാസിമം രേഖപ്പെടുത്താണ്, ഉൻസിലത്ത് ഹാദിഹിൽ ഹുറൂഫു, ഈ ഖുർആനിന്റെ ചില സൂറത്തുകളുടെ ആരംഭത്തിൽ ഈ അക്ഷരങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. തംബീഹൻ അലാ അന്നൽ ഖുർആന ലൈസ ഇല്ലാ മിൻ ഹാദിഹിൽ ഹുറൂഫി, ഖുർആൻ ഇത്തരം അക്ഷരങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കാൻ. എന്നിട്ടോ അവരോട് പറയാ, വാ അൻതും ഖാദിറൂന അലൈഹ, ഈ അക്ഷരങ്ങളൊക്കെ പറയാൻ നിങ്ങൾക്ക് അറിയാലോ. വആരിഫൂന ബിഖവാനീനിൽ ഫസാഹ, സാഹിത്യത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ അക്ഷരങ്ങൾ കൊണ്ടാണ്. ഖുർആൻ അല്ലാഹു തആല ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ അക്ഷരങ്ങൾ കൊണ്ടാണ്. ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഈ അക്ഷരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ഒരു സാഹിത്യ സൃഷ്ടി ഉണ്ടാക്കുക എന്നതിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഫകാന യജിബു അൻ തഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനോട് തത്തുല്യമായത്, ഇത് മനുഷ്യനിർമ്മിതമാകാൻ പറ്റുമെങ്കിൽ ഇതിനോട് തത്തുല്യമായത് നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടല്ലോ. ഫലമ്മാ അജസ്തും അൻഹു, അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന് വന്നപ്പോൾ ദല്ല ദാലിക അലാ അന്നഹു മിൻ ഇൻദില്ലാ ലാ മിനൽ ബശർ, അത് അല്ലാഹുവിൽ നിന്നുള്ളതാണെന്നും മനുഷ്യനിർമ്മിതമല്ലെന്നും ആർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു? എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്നതിനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൂചന നൽകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കേവലാക്ഷരങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തിന്റെ 29 സൂറത്തുകളുടെ ആരംഭത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നിടത്താണ് അവിടെ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏതായാലും ശരി, ബഹുമാനപ്പെട്ട ഖുർആനിൽ അലിഫ് ലാം മീം എന്ന് ഇവിടെ പറഞ്ഞതും ഇനി തൊട്ടടുത്തുള്ള സൂറത്ത് ആലി ഇംറാന്റെ തുടക്കത്തിലും മറ്റു കുറെ സൂറത്തുകളുടെ 29 സൂറത്തുകളുടെ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്ന അക്ഷരങ്ങളുടെ അവിടെയൊക്കെ അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും. അതിന്റെ ആശയം എന്താണെന്ന് അല്ലാഹുവിനറിയാം. അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക്, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല, അല്ലാഹുവിനാണ് അറിയുക എന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ, പൊതുവായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ നമ്മൾ അവിടെ നിൽക്കുന്നു. എല്ലാ അധിക ഇമാമുകളും ആ രൂപത്തിൽ തന്നെ പറഞ്ഞു. ഇനി അല്ലാഹു അലിഫ് ലാം മീം എന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നതിലേക്ക് സൂചനയാണ് അലിഫ്. ലാം അല്ലാഹുവിന്റെ മറ്റു ലത്തീഫ് അടക്കമുള്ള വിശേഷണങ്ങളിലേക്ക് സൂചനയാണ്. മീം മറ്റു ചില വിശേഷണങ്ങളിലേക്ക് സൂചനയാണ് എന്ന് പറഞ്ഞവരുണ്ട്, നിരീക്ഷിച്ചവരുണ്ട്. അല്ലാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ എന്ന അർത്ഥത്തിൽ പരാമർശിച്ചവരുണ്ട്. അപ്പൊ എന്തായാലും ശരി, ആ നിരീക്ഷണങ്ങളെ ഒന്നും തള്ളിക്കളയാതെ അതേ സമയത്ത് അതിന്റെ കൃത്യമായിട്ടുള്ള ആശയം എന്താണെന്ന് നമുക്ക് പിടിയില്ല എന്നിടത്ത് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ സേഫായ റൂട്ട്. അതുകൊണ്ട് അലിഫ് ലാം മീം എന്നതിന് അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്, അതിന്റെ ആശയം എന്താണ് നമുക്കറിയില്ല എന്ന അല്ലാഹുലേക്ക് ഏൽപ്പിക്കുന്ന സ്വഭാവം തന്നെ ഏറ്റവും സേഫായ വഴി എന്ന നിലക്ക് നാം സ്വീകരിക്കുന്നു. ദാലിക്കൽ കിതാബു, മഹത്തായ ഈ ഗ്രന്ഥം, ഈ ഖുർആൻ, ലാ റൈബ ഫീ, അതിൽ ഒരു സംശയവുമില്ല, അത് പൂർണ്ണത എത്തിയിട്ടുള്ള ഗ്രന്ഥമാണ്. ഖുർആനിന്റെ ഏറ്റവും വലിയ അവകാശവാദം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി സ്ഥിരീകരിക്കുകയാണ് ഇവിടെ. ഖുർആൻ അത് പൂർണ്ണത എത്തിയിട്ടുള്ള ഗ്രന്ഥമാണ്, അതിലൊരു സംശയമില്ല. അതായത് മനുഷ്യനിർമ്മിതാണെന്നും കെട്ടുകഥകൾ വിശദീകരിച്ചതാണെന്നും മുൻപത്തെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കുറെ സംഗതികളുടെ സാഹിത്യ മോഷണം നടത്തിയതാണെന്നും ഒക്കെ ആരോപിച്ചവർക്കുള്ള വായടപ്പൻ മറുപടിയാണ്. ഇത് പൂർണ്ണത എത്തിയിട്ടുള്ള ഗ്രന്ഥമാകുന്നു, ഇതിലൊരിക്കലും തന്നെ ഒരു സംശയത്തിനും അവകാശമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മതയുള്ള ആളുകൾക്ക് ഇത് മാർഗദർശനമാകുന്നു. സൂക്ഷ്മതയുള്ള ആളുകൾക്കാണ് വാസ്തവത്തിൽ ഖുർആനിന്റെ ബെനിഫിറ്റ് ലഭിക്കുക. എല്ലാവർക്കും ഖുർആൻ മാർഗം കാണിച്ചു കൊടുക്കും, പക്ഷെ അത് ഫലപ്പെടുന്നത് മുത്തഖി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകൾക്കാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ മറ്റു സാധാരണ ഒരു ഗ്രന്ഥം പോലത്തെ ഒരു ഗ്രന്ഥമായി സാമാന്യവൽക്കരിക്കരുത് എന്നാണ് ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് പൂർണ്ണതെത്തിയ ഗ്രന്ഥമാണ്, പൂർണ്ണതെത്തിയ ഗ്രന്ഥമാണ്. അഥവാ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തുറകളെയും, നേരത്തെ അൽബക്കറയുടെ ആമുഖം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തുറകളെയും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. യാതൊരു സംഗതിയെയും ഖുർആൻ വിട്ടുകളഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ കാണാം, തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാ സംഗതിയുടെയും വിശദീകരണമാണ് ഖുർആൻ. വകുല്ല ഷൈഇൻ ഫസ്സൽനാഹു തഫ്സീല, എല്ലാം സവിസ്തരം നാം പ്രതിപാദിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഖുർആനിൽ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അലംഭാവം വരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ കുറവ് വരുത്തിയിട്ടില്ല എന്നിങ്ങനെ ഖുർആനിന്റെ സമഗ്രത അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി സ്ഥലങ്ങളിൽ ഖുർആനിൽ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. അതന്നെയാണ് ദാലിക്കൽ കിതാബു.
ആ ഗ്രന്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് അത് പൂർണ്ണത എത്തിയ ഗ്രന്ഥമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സംഗതി ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതോ ആയിട്ടുള്ള ചെയ്യേണ്ട ഒരു കാര്യം അല്ലാഹു തആല ഖുർആനിൽ വിട്ടുകളഞ്ഞിട്ടില്ല. ഒഴിവാക്കേണ്ട ഒരു സംഗതി അല്ലാഹു നിർദ്ദേശിക്കാതെ അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാതെയും പോയിട്ടില്ല. പക്ഷെ എന്താ പ്രശ്നം? അതൊന്നും ഈ പരന്ന വായനയിൽ, ഒറ്റക്കുള്ള വായനയിൽ വായിക്കുന്നവർക്ക് കിട്ടണമെന്നില്ല. ഒറ്റക്ക് വായിക്കുന്നവർക്ക് കിട്ടണമെന്നില്ല. നമ്മളെ ഷമീമ് പിന്നെ പരിപാടി തുടങ്ങാനായോ എന്നറിയില്ല. ഒന്ന് അഡ്മിന്മാരാരെങ്കിലും ഒന്ന് ബന്ധപ്പെട്ടിട്ട് ആയെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറുതായിട്ടൊന്ന് ദ്വാർന്നിട്ട് ഇപ്പൊ നിർത്താം. പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഷമീമ് മൈക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഷമീം കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉടനെ ഓക്കെ. അപ്പൊ ആലിക്കുട്ടി ഫൈസി ഉണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും അൽഹംദുലില്ലാ നമുക്ക് ഇതിന്റെ വിശദീകരണം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി അടുത്ത നാളത്തെ ഇതേ സമയത്ത് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ഖുർആനിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ആശയം വിശദീകരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ശരിക്കും ഒരു എക്സ്പ്രസ് ഹൈവേയിലൂടെയുള്ള പോക്കാണെന്ന് എല്ലാവരും ആമുഖമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഒരിക്കലും ഖുർആനിന്റെ 4 അയലത്ത് പോലും ഞാൻ എങ്ങനെ വിശദീകരിച്ചാലും എനിക്ക് എത്തിക്കാൻ കഴിയില്ല. കഴിയണോൽക്ക് പോലും ഖുർആൻ വിശദീകരിക്കാനും കഴിയില്ല. അപ്പൊ പിന്നെ കഴിയാത്തതിന്റെ കാര്യം പറയാമല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം. അല്ലാഹു തആല നമുക്ക് ഇത്തരം ഈ ഖൈറുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ദീനി ഖിദ്മത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടെ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൽ ജസാ. അൽഹംദുലില്ലാ നമ്മുടെ സാദി ഉസ്താദ് അല്ലാഹു നമുക്ക് ചെയ്യുന്ന വലിയ ഭാഗ്യങ്ങളാണ് ഇതൊക്കെ. പുകഴ്ത്തി മുന്നിരുത്തി പറയല്ല, ഉപകാരപ്രദമായ ക്ലാസ്സുകൾ, മനസ്സിലേക്ക് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന നല്ല നല്ല ക്ലാസ്സുകൾ, അതെടുത്തു തരാൻ നമുക്കൊക്കെ സംസാരിക്കാൻ കഴിയും. പക്ഷെ വളരെ വിശദമായി മനസ്സിലാകുന്ന നിലക്ക് ഇത്തരം നല്ല ക്ലാസ്സുകൾ നമ്മൾ അബൂഷാക്കർ ഉസ്താദും KKM സാദി ഉസ്താദും ഒക്കെ നമ്മുടെ അഭിമാനമാണ്. അള്ളാഹു നമുക്ക് തരുന്ന ഭാഗ്യമാണ്. അള്ളാഹു താല അവർക്കൊക്കെ ഈ ചെയ്യുന്ന ഈ ഇൽമിന് അള്ളാഹു താല ഇരട്ടി പ്രതിഫലം അള്ളാഹു താല അവരുടെ ജീവിതത്തിൽ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു താല എല്ലാവിധ ഐശ്വര്യവും റാഹത്തും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ STVയിലുള്ള ഈ ഉസ്താദുമാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എന്ന്. കാരണം നമുക്ക് ചെയ്തു കൊടുക്കാൻ